ഇലക്ഷൻ ഹെറാൾഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 140 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതോടെ പ്രചാരണവും കൊഴുക്കുകയാണ്. മുന്നണികൾ തമ്മിലുള്ള മത്സരം കടുക്കുമ്പോൾ ഡീൽ ഉൾപ്പെടെയുള്ള ആരോപണങ്ങളും തലപൊക്കിയിട്ടുണ്ട്. അത്രത്തോളം വീറും വാശിയും ഇക്കുറി മത്സര രംഗത്തുണ്ട്. പല മണ്ഡലങ്ങളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇടതു വലതു മുന്നണികളും NDAയും കാഴ്ചവെക്കുന്നത്. ഇങ്ങനെ വലിയ ആവേശപ്പോര് നടക്കുന്ന മണ്ഡലങ്ങളിലൂടെ ഇലക്ഷൻ ഹെറാൾഡിന്റെ യാത്രയും തുടരുകയാണ്. സൂക്ഷ്മ വിശകലനങ്ങൾക്കായി കോഴിക്കോട്ട് നിന്ന് ന്യൂസ് എഡിറ്റർ പ്രസാദ് ഉടുമ്പശ്ശേരിയും തിരുവനന്തപുരത്ത് നിന്ന് ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ VS അനുവുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ഇരുവർക്കും ഇലക്ഷൻ ഹെറാൾഡിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യം പോകുന്നത് പേരാവൂരിലേക്കാണ്. 2021 കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിൽ ചരിത്ര ഭൂരിപക്ഷം നേടിയ KK ശൈലജ വീണ്ടും ഒരു മത്സരത്തിനായി മടങ്ങിയെത്തിയതോടെ പേരാവൂരിലെ പോരാട്ടം തീ പാറുമെന്ന് ഉറപ്പായി. 2011 ശൈലജ ടീച്ചറെ പരാജയപ്പെടുത്തിയ സണ്ണി ജോസഫാണ് LDFനെ നേരിടാൻ UDF പക്ഷത്തുള്ളത്. 2011 പരാജയത്തിന് വിജയം കൊണ്ട് മറുപടി നൽകാനായിരിക്കും ചിലപ്പോൾ KK ശൈലജയുടെ ശ്രമം. കഴിഞ്ഞ 2 തവണയും ഉണ്ടായ LDF തരംഗത്തിലും മണ്ഡലം കാത്ത സണ്ണി ജോസഫിന് ഇക്കുറി അഭിമാന പോരാട്ടം കൂടിയാണിത്. ആദ്യം നമുക്ക് ഈ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെ ഒന്ന് പരിചയപ്പെടാം. LDFനായി മത്സരിക്കുന്നത് KK ശൈലജയാണ്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അവർ. മട്ടന്നൂർ സിറ്റിംഗ് MLA കൂടിയാണ് അവർ. നിലവിൽ 2021 ചരിത്ര ഭൂരിപക്ഷം നേടി. അന്ന് അവരുടെ ഭൂരിപക്ഷം 60,963 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് KK ശൈലജ മട്ടന്നൂരിൽ നിന്നും ജയിച്ചത്. മറ്റൊന്ന് പേരാവൂരിൽ മത്സരിക്കാനെത്തുന്നത് 3ാമത്തെ തവണയാണ്. നേരത്തെ ഇവിടെ ഒരു ജയവും ഒരു തോൽവിയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം മട്ടന്നൂരിൽ നിന്ന് ഇപ്പോൾ വീണ്ടും പേരാവൂരിലേക്ക് മത്സരിക്കാനെത്തുമ്പോൾ എതിർ സ്ഥാനാർത്ഥി UDFന്റെ സണ്ണി ജോസഫാണ്. നിലവിൽ KPCC സംസ്ഥാന അധ്യക്ഷനാണ് അദ്ദേഹം. തുടർച്ചയായി 3 തവണ പേരാവൂർ MLA ആയിട്ടുണ്ട്. 2011 ആദ്യ ജയം KK ശൈലജയെ പരാജയപ്പെടുത്തിയുമായിരുന്നു. കണ്ണൂർ മുൻ DCC പ്രസിഡന്റ് കൂടിയാണ് സണ്ണി ജോസഫ്. ഇനി നമ്മൾ NDAയിലേക്ക് വരുമ്പോൾ പൈലി വാത്തിയാട്ടാണ് അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത്. BDJSന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. പേരാവൂരിൽ മത്സരിക്കുന്നത് 2ാം തവണയാണ്. പേരാവൂരിലെ ആദ്യ മത്സരം 2016 ഇദ്ദേഹത്തിൻ്റെ. ഇനി നമ്മൾ കുറച്ച് കണക്കുകൾ പരിശോധിക്കുകയാണ്. അത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കിലേക്കാണ് ആദ്യം പോകുന്നത്. അതിൽ പേരാവൂർ അസംബ്ലി മണ്ഡലം പരിശോധിക്കുമ്പോൾ 2021 സണ്ണി ജോസഫ് അവിടെ നിന്നും ജയിച്ചു കയറിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അദ്ദേഹത്തിന് അവിടെ 66,706 വോട്ടുകളാണ് സമാഹരിക്കാനായത്. 46.93%. KV സക്കീർ ഹുസൈനായിരുന്നു CPIMന്റെ LDFന്റെ സ്ഥാനാർത്ഥി. 63,534 വോട്ടുകളാണ് അദ്ദേഹം അവിടെ നിന്ന് നേടിയത്. ശക്തമായ ഫൈറ്റ് തന്നെയായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. ഈ ഭരണത്തിൻ്റെയും ഭരണ തുടർച്ചയും ഉണ്ടാകുമ്പോൾ പോലും സണ്ണി ജോസഫ് അത്രയധികം വലിയ ഫൈറ്റ് അവിടെ നടത്തി ആ മണ്ഡലം നിലനിർത്തുകയായിരുന്നു. സ്മിത ജയമോഹനായിരുന്നു BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നത്. അവർക്ക് അവിടെ വോട്ട് 9,155 വോട്ടുകൾ നേടാനേ കഴിഞ്ഞിരുന്നുള്ളൂ. 3,172 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് സണ്ണി ജോസഫ് ആ മണ്ഡലം നിലനിർത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ നോക്കുമ്പോൾ K സുധാകരനായിരുന്നു ലോക്സഭയിലേക്ക് മത്സരിച്ചിരുന്നത്. അന്ന് K സുധാകരൻ കണ്ണൂർ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുമ്പോൾ പേരാവൂരിൽ അദ്ദേഹത്തിന് ലഭിച്ച വോട്ട് 70,438 വോട്ടുകൾ അദ്ദേഹത്തിന് പേരാവൂർ മണ്ഡലത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. MV ജയരാജനായിരുന്നു CPIMന്റെ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന് 46,957 വോട്ടുകളാണ് അവിടെ നിന്നും ലഭിച്ചത്. മറ്റൊന്ന് C രഘുനാഥ് ആയിരുന്നു BJP സ്ഥാനാർത്ഥി. 15,407 വോട്ടുകൾ അദ്ദേഹവും ഇവിടെ നിന്ന് നേടിയിട്ടുണ്ട്. ഇനി നമ്മൾ മറ്റൊരു കണക്കിലേക്ക് പോകുമ്പോൾ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലെ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ഇരിട്ടി മുനിസിപ്പാലിറ്റി LDFനൊപ്പമാണ്. അവിടുത്തെ സീറ്റ് നില പരിശോധിക്കുകയാണെങ്കിൽ UDF 13, LDF 16, NDA 4, മറ്റുള്ളവർ 1 ഇങ്ങനെയായിരുന്നു. 2020 ഇരിട്ടി മുനിസിപ്പാലിറ്റി LDFനൊപ്പം തന്നെയായിരുന്നു നിന്നത്. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രധാന പഞ്ചായത്തുകൾ ആർക്കൊപ്പം നിൽക്കുന്നു എന്ന് പരിശോധിക്കുമ്പോൾ UDFനൊപ്പം 5 പഞ്ചായത്തുകളും LDFനൊപ്പം 3 പഞ്ചായത്തുകളുമാണുള്ളത്. UDF ഭരിക്കുന്ന പഞ്ചായത്തുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ആറളം, അയ്യങ്കുന്ന്, കണിച്ചാർ, കേളകം, കൊട്ടിയൂർ ഇവയൊക്കെ UDFനൊപ്പം നിൽക്കുമ്പോൾ മുഴക്കുന്ന്, പായം, പേരാവൂർ ഇവിടെയാണ് LDF സ്വാധീനമുള്ള പഞ്ചായത്തുകളായി നിലവിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി മണ്ഡല വിശകലനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യം ഞാൻ പ്രസാദ് ഉടുമ്പശ്ശേരിയിലേക്ക് പോവുകയാണ്. പ്രസാദ്, ഒരു പേരാവൂരിലൊരു ഹൈ പ്രൊഫൈൽ പൊളിറ്റിക്കൽ ഫൈറ്റ് തന്നെയാണ് ഇത്തവണ നടക്കുന്നത്. സണ്ണി ജോസഫ്, KK ശൈലജ പോരാട്ടമാണല്ലോ അവിടെ നടക്കുക. ഇരുവരും അവരുടെ പാർട്ടികളിലെ സമുന്നത നേതാക്കൾ തന്നെയാണ്. കണക്കുകൾ നോക്കുമ്പോൾ ഉറച്ച കോൺഗ്രസ് മണ്ഡലമൊന്നുമല്ല ഈ പേരാവൂർ എന്നുള്ളത്. 3,272 മാർജിനേ ഉള്ളൂ സണ്ണി ജോസഫിനാകെ. അപ്പോൾ KK ശൈലജയിലൂടെ മണ്ഡലം പിടിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ് LDFന്? ഷാമിലി, ഇതിനകത്ത് ഏറ്റവും പ്രത്യേകതയും അതോടൊപ്പം തന്നെ നമ്മളെല്ലാം തന്നെ കാത്തിരിക്കുന്നതും ഇതിൽ ആര് ജയിച്ചാലും തോറ്റാലും ഒരു രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്.
ഇപ്പം കെ ശൈലജയെ അവർ മട്ടന്നൂരിൽ നിൽക്കുന്ന സമയത്താണ് അവർ പേരാവൂരിലേക്ക് മാറ്റുന്നത്. പേരാവൂരിൽ അവർ 2006 അവിടെ ജയിച്ചു എന്നുള്ളതാണ്. വീണ്ടും ആ മണ്ഡലം തിരിച്ചു പിടിക്കാനാണ് അവർക്ക് മൂന്നാമത്തെ, ഇപ്പോൾ മട്ടന്നൂരിൽ 2 തവണ നിൽക്കുകയും മൂന്നാമത്തെ അവസരം കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ കെ ശൈലജ CPM-നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അപ്പോൾ അവർക്കൊരു സുരക്ഷിതമായ മണ്ഡലം എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്നൊരു ചോദ്യം പാർട്ടിക്കകത്ത് തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. പാർട്ടിയുടെ അനുഭാവികളായ ആളുകളെല്ലാം തന്നെ അത്തരം ചർച്ചകളൊക്കെ മുമ്പ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിന് പാർട്ടി നൽകിയിരുന്ന വിശദീകരണം അവർക്ക് ആ മണ്ഡലം പിടിച്ചെടുക്കുക എന്നുള്ളതാണ്, തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് അവരുടെ ദൗത്യം. അതിനുവേണ്ടിയാണ് അവരെ പേരാവൂരിലേക്ക് മാറ്റിയത് എന്നുള്ളതാണ്. അപ്പം കെ ശൈലജയുടെ വിജയം അവർക്ക് അനിവാര്യമാണ് എന്നുള്ളത് ഒന്ന്. ഇനി രണ്ടാമത്, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ആ മണ്ഡലം നിലനിർത്തുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. UDF-ന് അവരുടെ ഒരു ആത്മവിശ്വാസപ്രകാരം UDF ഇത്തവണ അധികാരത്തിൽ വരുമെന്നും ആ UDF അധികാരത്തിൽ വന്നാൽ ഒരു പ്രധാന സ്ഥാനത്ത്, ഒരു മന്ത്രി സ്ഥാനത്ത് അതിൽ ഉണ്ടാകുന്ന ഒരാൾ അത് സണ്ണി ജോസഫ് ആയിരിക്കുമെന്നെല്ലാം വിശ്വസിക്കുകയാണ്. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരാൾക്ക് അവിടെ വിജയത്തിൽ കുറഞ്ഞതൊന്നും ചിന്തിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ അതിലവിടെ ഒരു ആര് തോറ്റാലും അവിടെ ഒരു രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാകും. ഈ കണ്ണൂരിലെ സംഭവവികാസങ്ങൾ, ഇപ്പം സുധാകരൻ അദ്ദേഹം ഒരു മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കലാപം ഉയർത്തുകയും പിന്നീട് പാർട്ടിക്ക് പൂർണ്ണമായും കീഴ്പ്പെടുകയും വിധേയനായും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിൽ അത് സുധാകരന് സീറ്റ് നൽകേണ്ടതില്ല എന്നൊരു തീരുമാനം എടുക്കുന്നത് കൂട്ടത്തിൽ അതിലൊരാൾ സണ്ണി ജോസഫാണ് എന്നൊരു ആരോപണം സുധാകരനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഇപ്പോഴും മർമറിങ്ങായി നടത്തുന്നുണ്ട്. അപ്പം അത് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ ബാധിക്കുമോ എന്നുള്ളതെല്ലാമാണ് വളരെ പ്രധാനപ്പെട്ടതായി നിൽക്കുന്നത്. പിന്നെ സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ആ മണ്ഡലത്തിൽ അവിടെ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. സണ്ണി ജോസഫിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട പരാതി എന്ന് പറയുന്നത് തന്നെ അദ്ദേഹം KPCC പ്രസിഡന്റായിട്ടും കണ്ണൂരിൽ, പ്രത്യേകിച്ച് പേരാവൂരിൽ ഒതുങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. ഒരു കണ്ണൂർ KPCC പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം നിൽക്കുന്നു. ഒരു പാൻ കേരളയായി പ്രവർത്തിക്കുന്നില്ല എന്നൊരു പരാതി, ആക്ഷേപമൊക്കെ അദ്ദേഹത്തെക്കുറിച്ചുണ്ട്. അപ്പം അദ്ദേഹം അത് പുറത്ത് പറയുന്ന ആരോപണമാണെങ്കിൽ, പരാതികളാണെങ്കിൽ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവാണ്. മണ്ഡലത്തിലെ എന്ത് കാര്യമുണ്ടെങ്കിലും KPCC പ്രസിഡന്റായിട്ടുള്ള അല്ലെങ്കിൽ സണ്ണി ജോസഫ് വരും, അവിടെ പങ്കെടുക്കും എന്നുള്ളത് തന്നെയാണ് അവിടെ ഒരു പ്രധാനപ്പെട്ട. അപ്പോൾ ജനകീയമായി നിൽക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട്. ഇപ്പം കെ ശൈലജയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവർ കഴിഞ്ഞ തവണ 4000-ൽ താഴെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ്, കൃത്യമായി പറഞ്ഞാൽ 3172 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് മാത്രമാണ് സണ്ണി ജോസഫ് വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തവണ ഒരു ശക്തയായ അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞാൽ ആ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം LDF-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷേ കണക്കുകൾ സൂചിപ്പിക്കുന്നത് 77-ൽ ആ മണ്ഡലം നിലവിൽ വന്നതിന് ശേഷം ഒരു തവണ മാത്രമാണ് കെ ശൈലജ മാത്രമാണ് ആ മണ്ഡലത്തിൽ വിജയിച്ചിട്ടുള്ളത്. അപ്പം ഇനി ഇവരെ നിർത്തിക്കഴിഞ്ഞാൽ അത് എത്രത്തോളമാണ്? അപ്പോൾ കെ ശൈലജയുടെ ഒരു ജനസ്വീകാര്യത, സ്ത്രീ വോട്ടർമാർക്കിടയിലുള്ള ഒരു സ്വീകാര്യത, അത്തരം കാര്യങ്ങളൊക്കെയാണ് പ്രധാനപ്പെട്ട ഒരു നേട്ടങ്ങളോ അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസത്തിൻ്റെ കാരണമായി മാറുന്നത്. എന്തായാലും നമ്മൾ കാത്തിരിക്കുന്നത് അവിടെ ആര് ജയിച്ചാലും അല്ലെങ്കിൽ ആര് തോറ്റാലും അവിടെ ഒരു രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാകും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അവിടെ കുറേ പ്രാദേശിക വിഷയങ്ങളുണ്ട്, ആറളം ഫാമുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുണ്ട്, മലയോര മേഖലയാണ്, അപ്പോൾ വന്യജീവി പ്രശ്നവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, റബ്ബർ കർഷകരേറെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം കാർഷിക മേഖലയായി ബന്ധപ്പെട്ടതുകൊണ്ട് തന്നെ അത്തരം പ്രശ്നങ്ങളൊക്കെ അവിടെ ഉയർന്നു കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായും വലിയ ചർച്ചയായി മാറും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ഈ പറയുന്നതാണ്, അവിടെ തോൽക്കുന്നത് ആരാണോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആര് തോറ്റാലും അതൊരു രാഷ്ട്രീയ ചർച്ചയായി കേരളത്തിൻ്റെ മുന്നിലേക്ക് വരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ശരി പ്രസാദ്, വിശദമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു. എന്തായാലും ഈ മണ്ഡല മനസ്സിനെ എന്താവും നിർണ്ണയിക്കുക എന്നുള്ളത് കൂടിയുണ്ട്. അതിലിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ കൊട്ടിയൂർ, കേളകം, കണിച്ചാർ, ആറളം, അയ്യങ്കുന്നൊക്കെ UDF-നൊപ്പം നിന്നതാണ് ഈ തദ്ദേശത്തിൽ. അതിൽ പേരാവൂർ, മുഴക്കുന്ന്, പായം എന്നിവിടെയൊക്കെയാണ് LDF-ൻ്റെ ഒരു ശക്തി കേന്ദ്രമൊക്കെ ആയി പരിഗണിക്കപ്പെടുന്നത്. അപ്പോൾ എന്താവും ഇവിടെ മണ്ഡല മനസ്സിനെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകമായി വരിക? അതിലിപ്പോൾ വികസന കാര്യങ്ങളിലൊക്കെ തന്നെ ചില ആക്ഷേപങ്ങളൊക്കെ ഇവിടെ പ്രചാരണത്തിനെത്തുമ്പോൾ തന്നെ കെ ശൈലജ അടക്കം ഉന്നയിക്കുന്നുണ്ട്. അത് ആ ഘട്ടത്തിൽ സണ്ണി ജോസഫ് അതിൽ ചില വിമുഖതകൾ കാണിച്ചു, വിട്ടുവീഴ്ച ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ആയിരിക്കുമോ ഈ മണ്ഡലത്തെ ഇത്തവണ നിർണ്ണയിക്കുക? പിന്നെ ഞാനിത് പ്രത്യേകിച്ച് പറയാൻ കാരണം എന്നുള്ളത്, ഇപ്പോൾ കഴിഞ്ഞ തവണ അവിടെ സക്കീർ ഹുസൈൻ എന്നുള്ള അവിടെയുള്ള ഒരു നേതാവിനെ തന്നെയായിരുന്നു അവിടെ മത്സരിപ്പിച്ചിരുന്നത്. അപ്പോൾ ഇത്രയധികം ഹൈ പ്രൊഫൈലുള്ള ഒരാളായിരുന്നില്ല സക്കീർ ഹുസൈൻ. എങ്കിൽ പോലും അദ്ദേഹത്തിന് അത്രയധികം വോട്ട് അവിടെ സമാഹരിക്കാനും ഈ ചെറിയ ഭൂരിപക്ഷത്തിൽ മാത്രം സണ്ണി ജോസഫ് ജയിച്ചു കയറുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായും എന്താവാം ഈ മണ്ഡലത്തെ നിർണ്ണയിക്കുക എന്നുള്ളതാണ്, ഈ തെരഞ്ഞെടുപ്പിൽ എന്താവാം അങ്ങനെ വരിക എന്നുള്ളതാണ് അറിയേണ്ടത്. VS അനു, താങ്കൾക്ക് അതേപ്പറ്റി എന്താണ് പറയാനുള്ളത്?
ശബരി, പ്രസാദ് പറഞ്ഞതുപോലെ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ ഈ സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പല്ല, തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഫലമായിരിക്കും പേരാവൂരുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം ചർച്ചയാവുക എന്നുള്ളതിൽ സംശയമില്ല. നമുക്കറിയാം കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി എന്ന ഇമേജ് അല്ലെങ്കിൽ ആരാകണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ കുട്ടികൾ പോലും പറയുന്ന ഒരു പേരാണ് കെ ശൈലജ. കാരണം അത്രയധികം കഴിഞ്ഞ ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ ശൈലജയുടെ പ്രവർത്തനം അത്രമേൽ വലിയ തരത്തിൽ ജനസ്വീകാര്യത ഉണ്ടായ ഒന്നാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഒട്ടുമേ ഇല്ല എന്ന് എം വി ഗോവിന്ദൻ നമ്മുടെ ന്യൂസ് ഡയറക്ടർ സനീഷുമായി സംസാരിച്ചപ്പോൾ അത് പറഞ്ഞിരുന്നു. കാരണം ഒരു സാങ്കല്പിക ചോദ്യം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. കാരണം PB അംഗമായി പിണറായി വിജയൻ മത്സരിക്കുമ്പോൾ മറ്റൊരു സാധ്യതയിലേക്ക് പോലും പാർട്ടി നീങ്ങുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ മട്ടന്നൂർ പോലെ ഒരു സുരക്ഷിത മണ്ഡലത്തിൽ നിന്നും എന്തുകൊണ്ടാണ് ഈ പേരാവൂരിലേക്ക് ശൈലജയെ കൊണ്ടുവരുന്നത് എന്നുള്ള ചോദ്യം അത് പേരാവൂർ മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങുന്നൊരു ചോദ്യമല്ല. പകരം കേരളം ആകെ ഒരു ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി കെ ശൈലജയുടെ സ്ഥാനാർത്ഥിത്വം മാറി എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. അത് ഇടതുമുന്നണിക്ക് ഗുണമാണോ ദോഷമാണോ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് അറിയാൻ വേണ്ടി കഴിയുക. മാത്രമല്ല, ഇപ്പോൾ ഈ മണ്ഡലത്തിൽ വികസന കാര്യങ്ങളിൽ മറ്റ് പല മണ്ഡലങ്ങളുമായി നമുക്ക് താരതമ്യം ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടോ എന്നുള്ള ചോദ്യം അവിടുത്തെ സാധാരണ വോട്ടർമാർ ഉന്നയിക്കുന്നുണ്ട്. അതിന് UDF പറയുന്ന ഇപ്പോൾ അവിടെ KSRTC സ്റ്റാൻഡ് പോലും ഉദ്ഘാടനം ചെയ്തിട്ട് വർഷങ്ങളായി, പക്ഷേ ഫലപ്രദമായത് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുന്നില്ല. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ആ മണ്ഡലത്തിലുണ്ട്. അതിന് എന്താണ് കാരണം എന്നുള്ളത് UDFിൻ്റെ വാദം മറ്റ് മണ്ഡലങ്ങളിലേക്ക് MLA ഫണ്ടൊക്കെ നൽകുമ്പോൾ ഈ പേരാവൂർ മണ്ഡലത്തിലേക്ക് അത് നൽകുന്നില്ല, അത് സർക്കാർ തയ്യാറാകുന്നില്ല എന്നടക്കമുള്ള ആരോപണങ്ങൾ അവർ ഉന്നയിക്കുന്നു എന്നുള്ളത് അതിന് അത്രമാത്രം വസ്തുതയുണ്ട് എന്നുള്ളത് മണ്ഡലം വിലയിരുത്തേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതേസമയം ഇപ്പോൾ കെ ശൈലജ ആയിരുന്നാലും സണ്ണി ജോസഫ് ആയിരുന്നാലും മണ്ഡലത്തിൽ ജനിച്ചു വളർന്ന ആൾക്കാരാണ്. സണ്ണി ജോസഫ് വേറെ പുറത്തുനിന്ന് വന്ന ആളാണെങ്കിൽ കൂടി സണ്ണി വക്കീൽ എന്ന് പറഞ്ഞാൽ പേരാവൂർ മണ്ഡലത്തിലെ ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന, അദ്ദേഹത്തിന് പലയിടങ്ങളിലും പല വീടുകളിലും കയറി ചെല്ലാൻ കഴിയുന്ന അങ്ങനെ വലിയ ജനസ്വീകാരനായ ഒരു ആളാണ് ഈ പറയുന്ന സണ്ണി ജോസഫ് എന്നുള്ളത്. കെ ശൈലജ ആ മണ്ഡലത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. ഒരു തവണ മുസ്തഫയെ തോൽപ്പിച്ച് ആ മണ്ഡലം അടിയുറച്ചൊരു കോൺഗ്രസ് മണ്ഡലത്തെ ഇടതുമുന്നണിയിലേക്ക് എത്തിച്ച ആളാണ് കെ ശൈലജ. അങ്ങനെ രണ്ടുപേർക്കും ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു വലിയ റിസ്കിലേക്ക് എന്തുകൊണ്ടാണ് ശൈലജയെ കൊണ്ടെത്തിച്ചത് എന്നുള്ള ചോദ്യമായിരിക്കും ആ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ഇടതുമുന്നണി അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. മറ്റൊരു വശത്ത് കെ സുധാകരൻ്റെ പ്രശ്നങ്ങളാണ്. അത് കെ സുധാകരൻ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞൊഴിയുമ്പോഴും കണ്ണൂർ മണ്ഡലത്തിൽ, കണ്ണൂർ ജില്ലയിൽ കെ സുധാകരൻ ഒരു വികാരമാണ്. അത് നമുക്കറിയാം, കണ്ണൂരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അവിടെയുള്ള എല്ലാവർക്കും കെ സുധാകരൻ എന്ന് പറയുമ്പോൾ കണ്ണൂരിനോട് എതിരാളികളോട് നേർക്കുനേർ പോരിട്ട് നിൽക്കുന്ന ഒരു വലിയ നേതാവ്, ഒരു വലിയ ഫിഗറാണ് കെ സുധാകരൻ. അങ്ങനെയുള്ള കെ സുധാകരൻ്റെ പേര് പോലും ഈ MPമാർ മത്സരിക്കേണ്ടതില്ല എന്നുള്ളത് ഹൈക്കമാൻഡ് തീരുമാനമാണ് എന്ന് നേതാക്കൾ നാഴികയ്ക്ക് 40 വട്ടം പറയുമ്പോഴും ഇവിടെ നിന്ന് സംസ്ഥാന നേതൃത്വം അങ്ങനെ ഒരു പേര് അയച്ചിട്ടേ ഇല്ല എന്നുള്ളത് പിന്നീട് പുറത്തു വന്നു. അങ്ങനെ ഈ കെ സുധാകരനെ വെട്ടുന്നതിൽ സണ്ണി ജോസഫിനും സണ്ണി വക്കീലിനും പങ്കുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിൽ നിന്ന് ഉയർന്ന ആക്ഷേപം. അത് പ്രതിപക്ഷം അല്ലെങ്കിൽ അവരുടെ എതിരാളികൾ വളരെ വളരെ ആധികാരികമായി അല്ലെങ്കിൽ വളരെ വേഗത്തിൽ പറയുന്നുമുണ്ട്. അപ്പോൾ ഇത് ഏത് തരത്തിൽ ബാധിക്കും? സണ്ണി ജോസഫ് അവിടെ ജയിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ കൂടി ഈ കെ സുധാകരൻ എഫക്റ്റ് എങ്ങനെ വർക്ക് ചെയ്യുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ മണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവം നോക്കുക. ഒരു ഘട്ടത്തിലും ഒരു 10,000-ന് പുറത്ത് 10,000-ന് ഭൂരിപക്ഷം ഒരു കാലഘട്ടത്തിലും നൽകാത്ത ഒരു മണ്ഡലമാണ് പേരാവൂര്. കഴിഞ്ഞ തവണ ഒരു 3000 വോട്ടിൻ്റെ അല്ലെങ്കിൽ ചില്ലുവാനം വോട്ടിന് ആണ് അവിടുന്ന് സണ്ണി ജോസഫ് ജയിക്കുന്നത്. അതുകൊണ്ട് ഈ 3000 വോട്ടൊക്കെ ഒരു തെരഞ്ഞെടുപ്പിൽ മാറുന്നതിന് അത്ര വലിയ ഫാക്ടറൊന്നും വർക്ക് ചെയ്യേണ്ടത്ര സാഹചര്യമുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഈ ഫാക്ടർ, കെ സുധാകരൻ ഫാക്ടർ എങ്ങനെ അവിടെ പ്രതിഫലിക്കും? കെ ശൈലജയെ ഒതുക്കിയതാണോ എന്നുള്ള ചോദ്യം ആ മണ്ഡലത്തിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ NDAയുടെ ഒരു സാഹചര്യം, BDJSൻ്റെ സ്ഥാനാർത്ഥിയാണ്. അങ്ങനെ ഒരു 10,000 ഒക്കെ വോട്ട് നേടുന്ന ഒരു സ്ഥാനാർത്ഥികളാണ് നമുക്കവിടെ കാണാൻ വേണ്ടി കഴിയുക. അങ്ങനെ മുന്നേറ്റം, ഒരു വിജയത്തിലേക്കൊന്നും എത്താനുള്ള സാധ്യത നമുക്കവിടെ കാണുന്നില്ല എങ്കിൽ കൂടി സംസ്ഥാനത്തൊട്ടാകെയുള്ള ഒരു NDA മുന്നേറ്റം ആ മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് അവരുടെ പ്രതീക്ഷ. ഏതായിരുന്നാലും പ്രസാദ് പറഞ്ഞു തന്നെ ഞാൻ ആവർത്തിക്കുന്നു, ആര് ജയിച്ചാലും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചാ വിഷയമാകുന്ന, വളരെ വിവാദമാകാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഒരു തെരഞ്ഞെടുപ്പ് വിജയമാകും പേരാവൂർ മണ്ഡലത്തിൽ എന്തായാലും സംഭവിക്കാൻ പോവുക. ശരി.
ഇനി നമ്മൾ നേരെ തൃശ്ശൂർ മണ്ഡലത്തിലേക്കാണ് പോകുന്നത്. ഇക്കുറി കേരളത്തിൽ തന്നെ ശ്രദ്ധേയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ ലോക്സഭാ സീറ്റിലെ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശ്ശൂർ മണ്ഡലം പിടിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് BJP നിലവിൽ അവിടെ കളത്തിലുള്ളത്. CPI ആകട്ടെ തൃശ്ശൂരിൽ തുടർ വിജയത്തിനായി സിറ്റിംഗ് MLA മാറ്റി പുതുമുഖത്തെ മത്സരത്തിന് നിയോഗിച്ചിരിക്കുകയാണ്. തൃശ്ശൂർ കോർപ്പറേഷൻ നേടിയ മാതൃകയിൽ മണ്ഡലത്തിലും ജയം സ്വന്തമാക്കാമെന്ന കണക്കുകൂട്ടലിലൊക്കെയാണ് കോൺഗ്രസ്. ആദ്യം സ്ഥാനാർത്ഥികൾ അവിടെ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത്തവണത്തെ LDF-നായി അവിടെ മത്സരിക്കുന്നത് ആലങ്കോട് ലീലാകൃഷ്ണനാണ്. അദ്ദേഹം കവി എന്ന നിലയിലാണ് ശ്രദ്ധേയൻ. ആദ്യ കന്നി അംഗമാണ് അദ്ദേഹത്തിൻ്റെ. കേരള സാഹിത്യ അക്കാദമി എക്സിക്യൂട്ടീവ് അംഗമാണ് അദ്ദേഹം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പിൽ കന്നി അംഗം. മറ്റൊന്ന് UDF സ്ഥാനാർത്ഥി രാജൻ ജെ പല്ലൻ, KPCC സെക്രട്ടറിയാണ്. തൃശ്ശൂർ കോർപ്പറേഷൻ്റെ മുൻ കൗൺസിലറാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെയും കന്നി അംഗമാണ്. ഇനി NDA സ്ഥാനാർത്ഥി ആരാണെന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പത്മജ വേണുഗോപാലാണ്. തൃശ്ശൂരിന് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല പത്മജ വേണുഗോപാലിനെ. അദ്ദേഹം കോൺഗ്രസ് നേതാവായിരുന്ന K കരുണാകരൻ്റെ മകളാണ്. അടുത്തിടെ കോൺഗ്രസ് വിട്ട് അവർ BJP-യിലെത്തി. തൃശ്ശൂർ മണ്ഡലത്തിലെ 3ാം മത്സരത്തിനാണ് പത്മജ ഇത്തവണ ഇറങ്ങുന്നത്. അത് NDA-യിലാണ് എന്നുള്ളത് മാത്രമാണ് അതിലൊരു പ്രത്യേകതയുള്ളത്. 2016-ലും 2021-ലും അവർ തൃശ്ശൂരിൽ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ ചില കണക്കുകൾ പരിശോധിക്കുകയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു തൃശ്ശൂരിലെ ചിത്രം എന്ന് നോക്കുമ്പോൾ P ബാലചന്ദ്രൻ CPI സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹം അവിടെ 44,263 വോട്ടുകൾ നേടി. പത്മജ വേണുഗോപാൽ 43,317 വോട്ടുകൾ അവിടെ നിന്ന് നേടി. സുരേഷ് ഗോപി 40,457 വോട്ടുകൾ നേടി. 946 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് P ബാലചന്ദ്രൻ പത്മജയിൽ നിന്നും തൃശ്ശൂർ എടുക്കുന്നത് എന്നുള്ളതാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ചിത്രം എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരെ പോകുന്നു 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. കേരളത്തിൽ നിന്ന് ആദ്യ BJP MP ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അന്ന് സുരേഷ് ഗോപി, നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ സുരേഷ് ഗോപിയാണ് തൃശ്ശൂർ എടുത്തത്. അദ്ദേഹം BJP സ്ഥാനാർത്ഥിയായി 55,057 വോട്ടുകൾ അവിടെ നിന്ന് നേടിയിരിക്കുന്നു. മറ്റൊന്ന് ശക്തനായ ഒരു സ്ഥാനാർത്ഥി തന്നെയായിരുന്നു UDF-നായി മത്സരിച്ചിരുന്നത് K മുരളീധരൻ. അദ്ദേഹം 40,940 വോട്ടുകളാണ് അവിടെ നിന്ന് നേടിയത്. തീർച്ചയായും LDF-ൻ്റെയും ഒരു പരിചിതവും ശക്തനുമായ മുഖം തന്നെയായിരുന്നു അവിടെ മത്സരിച്ചിരുന്നത്. അത് മറ്റാരുമല്ല VS സുനിൽകുമാറായിരുന്നു. അദ്ദേഹം 34,253 വോട്ടുകളാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്നും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ നേടിയിരിക്കുന്നത്. ഈ കണക്കനുസരിച്ച് സുരേഷ് ഗോപി തന്നെയാണ് അവിടെ നേട്ടമുണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകളിലേക്ക് പോവുകയാണെങ്കിൽ കോർപ്പറേഷൻ വാർഡുകൾ ആർക്കൊപ്പം എത്രയൊക്കെ നിൽക്കുന്നു എന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ UDF-നൊപ്പം 25-ഉം NDA-ക്കൊപ്പം 7-ഉം LDF-നൊപ്പം 8-ഉം മറ്റുള്ളവർക്കൊപ്പം 2-ഉം. ഇങ്ങനെയാണ് അവിടുത്തെ കണക്കുകൾ. ഇനി നമ്മൾ മണ്ഡല വിശകലനത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായും ഞാൻ ആദ്യം പോകുന്നത് VS അനുവിലേക്കാണ്. അനു, ഇതൊരു സഭാരാഷ്ട്രീയമുള്ള, സമുദായ രാഷ്ട്രീയമുള്ള, വിശ്വാസ രാഷ്ട്രീയമൊക്കെ ഉള്ള തൃശ്ശൂരിൽ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നതിൽ നിർണായകമായ ഈ ഘടകങ്ങളൊക്കെ തന്നെ ഉള്ളപ്പോൾ BJP-ക്ക് അവിടെ ഒരു പ്രത്യക്ഷ എഡ്ജ് ഉണ്ടെന്ന് വിലയിരുത്താൻ നമുക്കിപ്പോൾ കഴിയുമോ? കാരണം സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാലാണ്. മറ്റുള്ളവരെ അപേക്ഷിച്ച് അവിടെ പരിചിത കൂടിയാണ്. ശ്യാമിലി, ഒരു പക്ഷേ കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കാൻ അല്ലെങ്കിൽ ഈ തവണ അക്കൗണ്ട് തുറക്കാൻ സാധ്യതയുള്ളൊരു മണ്ഡലമായി നമുക്ക് തൃശ്ശൂരിനെയും കാണാൻ വേണ്ടി കഴിയും. കാരണം പലവിധ കാരണങ്ങൾ അതിൽ എടുത്തു പറയേണ്ടത്. ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ പത്മജ വേണുഗോപാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് മത്സരിക്കുകയും 2ാം സ്ഥാനം എത്തുകയും ചെയ്ത ഒരാളാണ്. മറ്റൊന്ന്, സുരേഷ് ഗോപിയുടെ ഒരു സാന്നിധ്യം തൃശ്ശൂർ മണ്ഡലത്തിലെ എടുത്തു പറയേണ്ട ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ ഒരു സാധ്യത നമുക്ക് ഉണ്ട്. കാരണം പത്മജ വേണുഗോപാൽ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി അത് അവരുടെ പേര് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ പ്രചരണം തുടങ്ങി. ഈ പ്രചരണം തുടങ്ങാൻ അവർ മുന്നോട്ട് വെച്ച വ്യവസ്ഥ, സുരേഷ് ഗോപി പൂർണ്ണ സമയം തന്നോടൊപ്പം നിൽക്കുകയാണെങ്കിൽ താൻ അവിടെ മത്സരിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് BJP-യുടെ കേന്ദ്ര നേതാക്കളോട് പത്മജ മുന്നോട്ട് വെച്ച ഒരു ആവശ്യം. കാരണം തൃശ്ശൂരിൽ അങ്ങനെ ഒരു എഫക്റ്റ് സുരേഷ് ഗോപിക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട്, അതുകൊണ്ടാണ് തൃശ്ശൂർ ഞാൻ എടുക്കും എന്ന് പറഞ്ഞ് ആദ്യഘട്ടത്തിൽ അദ്ദേഹം പറയുകയും പിന്നീട് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം അദ്ദേഹം എടുക്കുകയും ചെയ്തത്. അങ്ങനെ ഒരു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ സുരേഷ് ഗോപിയുടെ സാന്നിധ്യവും പത്മജ വേണുഗോപാൽ അവിടെയുള്ള ഒരു സ്വീകാര്യതയും കൂടെ ആകുമ്പോൾ BJP-ക്ക് അവിടെ ജയിച്ചു കയറാനുള്ളൊരു സാഹചര്യം ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മാത്രമല്ല തൃശ്ശൂരിൻ്റെ ഒരു എലൈറ്റ് ക്ലാസ് മണ്ഡലം എന്ന് വേണമെങ്കിൽ പറയാം. നായർ ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ വോട്ട് കൂടുതലുള്ള ഒരു മണ്ഡലം കൂടെയാണ്
മാത്രമല്ല ഈ ചില കോൺഗ്രസ് നേതാക്കളുടെ എങ്കിലും ഈ പത്മജ വേണുഗോപാലിനെ വ്യക്തിപരമായി കടന്നാക്രമിച്ചുകൊണ്ടുള്ള ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ചില പരാമർശങ്ങൾ അത് അവിടെ ഒരു സ്ത്രീ എന്ന നിലയിൽ പത്മജയ്ക്ക് അങ്ങനെ പറയണമായിരുന്നോ എന്നൊക്കെയുള്ള ഒരു സിമ്പതി ഒരു പക്ഷേ പത്മജ വേണുഗോപാലിന് അനുകൂലമായി ഉണ്ടായേക്കാം. അങ്ങനെയാണെങ്കിൽ പത്മജയ്ക്ക് ഒരു നേരിയ ഭൂരിപക്ഷത്തിലെങ്കിലും അവിടെ നിന്ന് ജയിക്കാനുള്ള സാധ്യത നമുക്ക് നിലവിൽ തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല. മറ്റൊന്ന് നമ്മൾ ഈ പറയുന്ന ആലങ്കോട് ലീലാകൃഷ്ണനാണ്, കവിയാണ്, വളരെ ജനസ്വീകാര്യതയുള്ള ഒരു വ്യക്തിയാണ്. അവിടെ അടിയുറച്ച ഇടത് വോട്ടുകൾ, കേഡർ വോട്ടുകൾ LDFന് സ്വാംശീകരിക്കാൻ വേണ്ടി കഴിയുകയും ആലങ്കോട് ലീലാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വ്യക്തിപ്രഭാവം അവിടെ പ്രകടമാകുക അല്ലെങ്കിൽ ആ വോട്ടുകൾ കൂടെ അദ്ദേഹത്തിന് നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞാൽ അദ്ദേഹത്തിനും ഒരു ജയസാധ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ പറയാം. അതേസമയം അദ്ദേഹത്തിന് നെഗറ്റീവായിട്ട് പറയുന്ന അല്ലെങ്കിൽ ഈ പി ബാലചന്ദ്രൻ കഴിഞ്ഞ MLAയുടെ പ്രവർത്തനത്തിൽ അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പ്രാദേശികമായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ കൂടിയുണ്ട്. അത് ഏത് തരത്തിൽ ബാധിക്കും എന്നുള്ളതും നമുക്ക് ഈ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിനെ വളരെയധികം ശ്രദ്ധേയമാക്കുന്ന, വളരെയധികം അതിൻ്റെ വിധിയെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. UDFൻ്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ആളാണ്. അവിടെ ക്രൈസ്തവ വോട്ടുകൾ അദ്ദേഹത്തിന് നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞാൽ UDFനും ആ മണ്ഡലത്തിൽ ഒരു സാധ്യതയുണ്ട്. നമുക്കറിയാം നേരത്തെ ഒരു UDF സ്വഭാവമുള്ള മണ്ഡലം കൂടിയാണത്. അവിടെ ഇപ്പോൾ ഈ പത്മജയുടെ സ്ഥാനാർത്ഥിത്വം വന്നതോടുകൂടിയാണ് ആ മണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവം തന്നെ അല്ലെങ്കിൽ ഒരു പ്രവചന സ്വഭാവം തന്നെ മാറുന്നത്. അങ്ങനെ ആ മണ്ഡലത്തിലും വളരെ ശക്തമായ ഒരു പോരാട്ടം നടക്കുന്നുണ്ട്. അവിടെ സുരേഷ് ഗോപി എഫക്റ്റ് എങ്ങനെ ഉണ്ടാകും? ക്രൈസ്തവ വോട്ടുകൾ ഈ UDF സ്ഥാനാർത്ഥിയിലേക്ക് മാത്രം പോകുമോ? അത് സുരേഷ് ഗോപിയുടെ ഒരു സ്വാധീനത്തിൽ അത് പത്മജയ്ക്ക് കൂടെ വന്നാൽ അവിടെ പത്മജയ്ക്ക് ജയിച്ചു കയറാനുള്ള ഒരു സാഹചര്യം ഉണ്ടെന്നാണ് നമുക്ക് നിലവിൽ അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ശരി, VS അനുവാണ് വിശദമായി തന്നെ പറഞ്ഞത്. ഇനി പ്രസാദ് ഉടുമ്പശ്ശേരിയിലേക്ക് പോയാൽ, പ്രസാദ്, ആലങ്കോട് ലീലാകൃഷ്ണനാണ് CPI സ്ഥാനാർത്ഥി, രാജൻ പല്ലൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി. ഇവരിൽ നിന്ന് നോക്കുമ്പോൾ പത്മജയ്ക്ക് ഒരു എഡ്ജ് ഉണ്ടല്ലോ എന്നുള്ളതാണ്, പ്രത്യക്ഷത്തിൽ ഒരു എഡ്ജ് ഉണ്ടല്ലോ എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF, ലോക്സഭയിൽ NDA, തദ്ദേശത്തിൽ UDF. സത്യത്തിൽ ഈ സ്ഥാനാർത്ഥികളെ കൂടി പരിഗണിച്ച് ഈ കണക്കുകളും ഒക്കെ നോക്കുമ്പോൾ മണ്ഡല മനസ്സ് നമുക്ക് നിലവിൽ പ്രവചിക്കാനാകുമോ? ഷമിലി, എനിക്ക് നേരെ വ്യത്യസ്തമായൊരു നിരീക്ഷണമാണുള്ളത്. ഇക്കാര്യത്തിൽ രാജൻ ജെ പല്ലനാണ് അല്പം ഒരു എഡ്ജ് ഉള്ളത് എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. ഉറപ്പായിട്ടും അതൊരു ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്, അതിനകത്ത് സംശയമില്ല. എന്തുകൊണ്ട് രാജൻ ജെ പല്ലൻ അല്പം മുന്നിട്ട് നിൽക്കുന്നു എന്നതിൻ്റെ കാരണം ഇത് പൂർണ്ണമായും കോർപ്പറേഷൻ വാർഡുകൾ ഉൾപ്പെട്ട ഒരു മണ്ഡലമാണ് തൃശ്ശൂർ മണ്ഡലം എന്ന് പറയുന്നത്. 42 കോർപ്പറേഷൻ വാർഡുകളാണുള്ളത്. അതിലിപ്പോൾ നിലവിൽ തന്നെ ഭൂരിഭാഗവും UDFനൊപ്പം നിൽക്കുന്നതാണ്. 25 വാർഡുകളാണ് UDFനൊപ്പം നിൽക്കുന്ന വാർഡുകൾ. ആ വാർഡുകളുടെ കണക്ക് പ്രകാരമാണെങ്കിൽ 10,000-ഓളം വോട്ടിൻ്റെ ലീഡ് UDFനുണ്ട്. ഇനി ഇദ്ദേഹം അവിടെ ഏറെക്കാലം 20 വർഷത്തിലേറെ കാലം അവിടെ കോർപ്പറേഷൻ അംഗമായിരുന്ന ആളാണ്. 2 വർഷം കോർപ്പറേഷൻ മേയറായിരുന്ന ആളാണ്, പ്രതിപക്ഷ നേതാവായിരുന്ന ആളാണ്, കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവായിരുന്ന ആളാണ്. ആ സമയത്തെല്ലാം വളരെ ജനകീയമായി ഇടപെടുകയും ആളുകൾക്കൊപ്പം നിൽക്കുകയും ചെയ്തിരുന്ന ഒരു നേതാവാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കഴിഞ്ഞ 2 വർഷത്തെ അദ്ദേഹത്തിൻ്റെ മേയറായി നിന്നുകൊണ്ട് തന്നെ ആളുകൾക്കിടയിൽ ഒരു ജനകീയത സൃഷ്ടിക്കാൻ രാജൻ ജെ പല്ലന് കഴിഞ്ഞിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. ഇനി മറ്റ് സ്ഥാനാർത്ഥികളിലേക്ക് വന്നു കഴിഞ്ഞാൽ, കഴിഞ്ഞ തവണ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന പത്മജ വേണുഗോപാൽ ഇത്തവണ BJPക്ക് വേണ്ടിയാണ് വോട്ട് തേടുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ അത്രയും ജനസ്വീകാര്യത ഇത്തവണ ഉണ്ടാകുമോ എന്നുള്ളതാണ്. അവിടെ BJPയുടെ വോട്ട്, സുരേഷ് ഗോപി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന സമയത്തിന് അദ്ദേഹത്തിന് 55,000-ഓളം വോട്ടാണ് ഈ മണ്ഡലത്തിൽ നിന്നും അദ്ദേഹത്തിന് കിട്ടിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ 30,000-ഓളം വോട്ടിൻ്റെ കുറവ് BJPക്ക് വന്നിട്ടുണ്ട്, അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ സാധാരണ നമ്മൾ പറയാറുള്ളത് BJPയിലേക്ക് ഒരു വോട്ട് പോയാൽ, കേരളത്തിൽ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു മാറ്റം നടക്കുന്ന സമയത്ത് BJPയിലേക്ക് ഒരു വോട്ട് പോയി കഴിഞ്ഞാൽ അതിൽ വലിയ തോതിൽ പിന്നോട്ട് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നൊരു പൊതു നിരീക്ഷണമുണ്ട്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. ഇപ്പോൾ 55,057 വോട്ടാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി നേടിയതെങ്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അവിടെ കിട്ടിയത് ഈ മണ്ഡലത്തിൽ 25,470 വോട്ടാണ്. അതായത് 30,000-ഓളം വോട്ടിൻ്റെ കുറവ് അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നീട് ആലങ്കോട് ലീലാകൃഷ്ണൻ, CPI ഒരു അല്പം കൂടിയും ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് അവിടെ നടത്തണമായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. ആലങ്കോട് ലീലാകൃഷ്ണൻ ഒരു മോശപ്പെട്ട സ്ഥാനാർത്ഥിയൊന്നുമല്ല, പക്ഷേ
ഈ രാജൻ ജെ പല്ലനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ രാജൻ ജെ പല്ലൻ മുഴുവൻ സമയവും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു നേതാവാണ്. ഇദ്ദേഹം ഒന്ന് ആ പ്രദേശത്ത് ഉള്ള ആളല്ല, അദ്ദേഹം സാഹിത്യ മേഖലയിലും കവിയാണ്. അങ്ങനെയുള്ള ഒരു സർക്കിളിനുള്ളിൽ നിൽക്കുന്നതാണ്. പിന്നീട് ഈ ക്രൈസ്തവ വോട്ടുകളുടെ ഒരു ഏകീകരണം ഉണ്ടായാൽ അത് രാജൻ ജെ പല്ലന് അനുകൂലമാകാനൊരു സാധ്യതയുണ്ട്. പിന്നെ പത്മ നായർ വോട്ട്, അത്തരമുള്ള വോട്ടുകളുടെ ഒരു ഭിന്നത, അത് ആലങ്കോട് ലീലാകൃഷ്ണനാണെങ്കിലും അതോടൊപ്പം തന്നെ പത്മജയ്ക്കാണെങ്കിലും അത് രണ്ടുപേർക്കുമായി പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ രാജൻ ജെ പല്ലന് അല്പം ഒരു മേൽക്കൈ ഉണ്ടാകാനുള്ളൊരു സാധ്യത നമുക്കൊരു പൊതു നിരീക്ഷണം നടത്തുമ്പോൾ നമുക്ക് പറയാൻ കഴിയും എന്നുള്ളതാണ്. എന്തായാലും തെരഞ്ഞെടുപ്പാണ്, നമുക്ക് പറയാൻ കഴിയില്ല, ആളുകളുടെ മനസ്സറിയില്ല. പക്ഷേ ഈ കണക്കുകൾ വെച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ എനിക്ക് വ്യത്യസ്തമായ നിരീക്ഷണമാണ് പറയാനുള്ളത്. രാജൻ ജെ പല്ലനാണ് അല്പം മേൽക്കൈ. ശരി, പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. ഇനി നമ്മൾക്ക് നേരെ പാലയിലേക്ക് പോകാം. കേരള കോൺഗ്രസ് എമ്മിൻ്റെ തട്ടകമാണ് പാല. 13 വട്ടം KM മാണി ജയിച്ചു കയറിയ മണ്ഡലമാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ വിജയശേഷം അദ്ദേഹം 13 തവണയാണ് അവിടെ നിന്നും വിജയിച്ച് കയറിയത്. എന്നാൽ അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം കേരള കോൺഗ്രസിന് അത്ര നല്ല കാലമല്ല കോട്ടയത്ത്. കാരണം കോൺഗ്രസിന് ഈ മണ്ഡലം കൈമോശം വന്നിരിക്കുന്നു. പാല എന്നുള്ളത് 2019 ഉപതെരഞ്ഞെടുപ്പ് മുതൽ സ്വതന്ത്രനായ മാണി സി കാപ്പനാണ് ജയം. 2021 കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി മത്സരിച്ചിട്ടും മണ്ഡലം തിരിച്ചുപിടിക്കാനായില്ല എന്നതുകൂടിയുണ്ട്. ഇക്കുറി BJP മികച്ച മത്സരം കാഴ്ചവെക്കണമെന്ന് തീരുമാനിച്ചുറപ്പിച്ചാണ് നിലവിൽ പ്രചാരണ രംഗത്തൊക്കെ ഉള്ളത്. ആദ്യം നമ്മൾ സ്ഥാനാർത്ഥികൾ ആരൊക്കെയെന്ന് നോക്കി വരാം. ജോസ് കെ മാണി LDFനായി ഇത്തവണ ഇവിടെ മത്സരത്തിന് ഇറങ്ങുന്നു. പാലായിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചെയർമാനാണ് അദ്ദേഹം. നിലവിൽ രാജ്യസഭാ MP കൂടിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 2ാം മത്സരമാണ്. 2021 അദ്ദേഹം പാലായിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇനി UDF കാൻഡിഡേറ്റായി വരുന്നത് മാണി സി കാപ്പൻ. പാലാ സിറ്റിംഗ് MLA ആണ് മാണി സി കാപ്പൻ. ആദ്യ ജയം 2019 പാലാ ഉപതെരഞ്ഞെടുപ്പിലായിരുന്നു. പാലായിൽ മത്സരിക്കുന്നത് 6ാം തവണയാണ്. മത്സരം ഇത്തവണ അദ്ദേഹം മത്സരിക്കുന്നത് UDF പിന്തുണയിൽ സ്വതന്ത്രനായിട്ടാണ് എന്നുള്ളത് കൂടിയാണ് പ്രത്യേകത. ഇനി NDA സ്ഥാനാർത്ഥി മറ്റാരുമല്ല, ഷോൺ ജോർജാണ്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് അദ്ദേഹം. കോട്ടയം ജില്ലാ പഞ്ചായത്ത് മുൻ അംഗം കൂടിയാണ്. നിയമസഭയിലേക്ക് പക്ഷേ ഷോൺ ജോർജിൻ്റെ കന്നി അംഗം എന്നുള്ളതാണ്. ഇനി നമ്മൾ നേരെ ചില തിരഞ്ഞെടുപ്പ് കണക്കുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അസംബ്ലി തെരഞ്ഞെടുപ്പ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കാണ് പോകുന്നത്. അന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാണി സി കാപ്പനാണ് ജയിച്ചിരുന്നത്. അദ്ദേഹമാണ് സിറ്റിംഗ് MLA. 69,804 വോട്ടുകളാണ് അദ്ദേഹം അവിടെ നിന്നും നേടിയത്. ജോസ് കെ മാണി LDFനായി അദ്ദേഹം മത്സരിച്ചു. 54,426 വോട്ടുകളാണ് അദ്ദേഹം അവിടെ നിന്നും നേടിയത്. പ്രമീള ദേവിയാണ് BJP സ്ഥാനാർത്ഥിയായി വന്നിരുന്നത്. അവരവിടെ 10,869 വോട്ടുകൾ മാത്രമാണ് നേടിയിരുന്നത്. 15,378 വോട്ടുകൾക്കാണ് ജോസ് കെ മാണിയെ പരാജയപ്പെടുത്തി മാണി സി കാപ്പൻ മണ്ഡലത്തിൽ നിന്നും ജയിച്ചു കയറിയത്. ഇനി മറ്റു കണക്കുകൾ കൂടി നോക്കിയാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലായിൽ നിന്ന് ഫ്രാൻസിസ് ജോർജ് നേടിയിരിക്കുന്നത് 52,295 വോട്ടുകളാണ്. തോമസ് ചാഴികാടനായിരുന്നു മറ്റൊരു മത്സരാർത്ഥി. 39,830 വോട്ടുകളാണ് നേടിയത്. തൃശ്ശൂർ തുഷാർ വെള്ളാപ്പള്ളിയായിരുന്നു അവിടെ നിന്നും NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നത്. അദ്ദേഹം BDJSലാണെന്ന് എല്ലാവർക്കും അറിയാം. തുഷാർ വെള്ളാപ്പള്ളി 22,505 വോട്ടുകളാണ് അവിടെ നിന്നും നേടിയിരുന്നത്. ഇനി തദ്ദേശ കണക്കുകളിലേക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. തദ്ദേശ കണക്കുകളിൽ പരിശോധിക്കുകയാണെങ്കിൽ പാലാ മുനിസിപ്പാലിറ്റി UDFനൊപ്പമാണ്. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ നാടകീയതയ്ക്കൊക്കെ ഒടുവിലായിരുന്നു പാലാ മുനിസിപ്പാലിറ്റി UDF പിടിച്ചെടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇനി തീർച്ചയായും മണ്ഡല വിശകലനത്തിൻ്റെ സമയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞാൻ ആദ്യം പോകുന്നത് പ്രസാദ് ഉടുമ്പശ്ശേരിയിൽ നിന്ന് തുടങ്ങാം എന്ന് തോന്നുന്നു. അത് നേരത്തെ പറയുന്നത് പോലെ ഈ പാലായിൽ ഒരു കേവല മത്സരമൊന്നുമല്ല നടക്കുന്നത്. മത്സരം നടക്കുന്നു എന്ന് എന്തായാലും ഉറപ്പിക്കാം. കാരണം കോട്ടയം മുഴുവൻ പരിശോധിക്കുമ്പോൾ തന്നെ പാലായിലേത് സത്യത്തിൽ ഒരു അപ്രവചനീയമായ ഒരു അവസ്ഥയിലേക്ക് ഇത്തവണ കടക്കുന്നു എന്ന് തന്നെ തോന്നുന്നു. അപ്പോഴും തദ്ദേശത്തിൽ പാലാ നഗരസഭ പിടിച്ചെടുത്തതും പാലായിലെ പഞ്ചായത്തുകളിൽ ഭരണം പിടിച്ചതുമൊക്കെ ലോക്സഭയിൽ പാലായിൽ നേടിയ ഭൂരിപക്ഷത്തിൻ്റെയൊക്കെ ഒരു ആത്മവിശ്വാസത്തിലാണ് നിലവിൽ UDF അവിടെ ഉള്ളത്. അപ്പോൾ സ്വതന്ത്രനായ മാണി സി കാപ്പൻ UDF പിന്തുണയിൽ അവിടെ മത്സരിക്കുവാനും എത്തുന്നു. അപ്പോൾ ഈ ആദ്യ ലാപ്പ് പ്രചാരണത്തിൽ ഒരു ചിത്രം തെളിയുന്നുണ്ടോ പ്രസാദേ?
ഷാമിൽ പറഞ്ഞതോട് പൂർണ്ണമായി യോജിക്കുകയാണ്. കാരണം പാലാ മണ്ഡലത്തിലെ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അത്രമേൽ പ്രധാനപ്പെട്ടതാണ്, അത്രമേൽ ശക്തമായ മത്സരമാണ് നടക്കുന്നത്. പക്ഷേ ഇവിടെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാന പോരാട്ടമാണ്. മറ്റുള്ളവർക്ക് നഷ്ടപ്പെട്ടാലും മറ്റൊന്നുമില്ല എങ്കിൽ പോലും ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ശ്രീ കെ എം മാണി അന്തരിച്ചതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണെങ്കിലും അതിനുശേഷം നടന്ന 2021 തെരഞ്ഞെടുപ്പിലാണെങ്കിലും ആ മണ്ഡലം നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഓരോ കേരള കോൺഗ്രസിന്റെ മാണി വിഭാഗത്തിൽപ്പെട്ട ഓരോ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേദനയുണ്ടാക്കുന്ന കാര്യമാണ്. അത്രത്തോളം വൈകാരികമാണ് ആ മണ്ഡലം എന്നുള്ളതാണ്. 67 ശേഷം ശ്രീ കെ എം മാണിയാണ് ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. പിന്നീട് നടന്ന അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ആ മണ്ഡലം അവർക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തവണ വലിയൊരു മത്സരം നടക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ജോസ് കെ മാണി തന്നെയാണ് ഇത്തവണയും നിൽക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ മണ്ഡലം എങ്ങനെയും പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാലാ നഗരസഭ 1985 ശേഷം ആ നഗരസഭയിൽ ആദ്യമായി കേരള കോൺഗ്രസ് മാണി വിഭാഗം നയിക്കാത്ത ഒരു നഗരസഭയായി അത് മാറിയിരിക്കുന്നു എന്നുള്ളത് എടുത്ത് പറയേണ്ടതുണ്ട്. അപ്പോൾ അവർക്ക് ഒട്ടും അനുകൂലമായ സാഹചര്യങ്ങളല്ല അവിടെ ഉള്ളതെങ്കിൽ പോലും നല്ലൊരു ഫൈറ്റിലേക്ക് അവരെ കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. മണ്ഡലത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മൊത്തം കണക്ക് നോക്കുകയാണെങ്കിൽ 1500-ലേറെ വോട്ടിന്റെ ഒരു ലീഡുണ്ട്. നമുക്കൊരിക്കലും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് ഇതിന് ഒരു കാരണവശാലും എടുക്കാൻ കഴിയില്ല. വ്യത്യസ്ത രാഷ്ട്രീയ സാഹചര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നമുക്ക് ഓരോ പഞ്ചായത്തിലും ഉണ്ടാകുന്നത്, നഗരസഭയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അതൊന്നും ഒരു പൊളിറ്റിക്കൽ വോട്ടല്ല, പ്രാദേശികമായിട്ടുള്ള അവിടുത്തെ കുറേ പ്രശ്നങ്ങൾ UDF-ലാണെങ്കിലും LDF-ലാണെങ്കിലും NDA-യിലാണെങ്കിലും അതൊക്കെ നിൽക്കുന്നതാണ്. അങ്ങനെയാണ്. അതുകൊണ്ട് ആ ഒരു ഭൂരിപക്ഷം എടുക്കാൻ പറ്റില്ലെങ്കിൽ പോലും LDF-നെ സംബന്ധിച്ചിടത്തോളം അത് മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന ഒരു ഊർജ്ജമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പിന്നെ മാണി സി കാപ്പന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പിന്നെ അവിടെ നടത്തിയിട്ടുള്ള ഒരു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം LDF-ന്റെ ഭാഗമായി നിൽക്കുന്ന സമയത്ത് ആ മണ്ഡലത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞുവെന്നും പിന്നീട് പ്രതിപക്ഷത്ത് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അത്രത്തോളം സജീവമായി ചെയ്യാൻ കഴിഞ്ഞില്ല. അത് ഭരണപക്ഷത്ത് നിൽക്കാത്തതിന്റെ അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിലുള്ളൊരു പരാമർശം നടത്തിയത് ആ മണ്ഡലത്തിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ജോസ് കെ മാണി അവിടെ മണ്ഡലത്തിൽ ജയിച്ചാൽ LDF ആണ് തുടർഭരണം ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായും വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയിൽ അദ്ദേഹം മന്ത്രിയായി ഇരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ മാണി സി കാപ്പന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അദ്ദേഹം ഏത് വകുപ്പാണ് അല്ലെങ്കിൽ മന്ത്രിയാകുക എന്ന കാര്യത്തിലും ഉറപ്പ് പറയാൻ കഴിയില്ല. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ സജീവമായി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഇത് എനിക്ക് പറയാനുള്ളത് ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം മറ്റു രണ്ടുപേരെയും അവർക്ക് ജയമാണെങ്കിലും പരാജയമാണെങ്കിലും വലിയ നഷ്ടങ്ങളല്ല എന്നതിനേക്കാൾ കൂടുതൽ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ് മാണിയെ സംബന്ധിച്ചിടത്തോളം പാല തിരിച്ചു പിടിക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ അഭിമാന പ്രശ്നമായി മാറുന്നത്. ശരി, ഇനി VS അനു, ഞാൻ ചോദിക്കുകയാണ്. പ്രസാദ് ഇത്രയും പറഞ്ഞു, കാര്യമായി തന്നെ സംസാരിക്കുകയും ചെയ്തു. അതിൽ അവരുടെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു അഭിമാന പോരാട്ടമായി മാറുമ്പോഴും പാലായിൽ കഴിഞ്ഞ തവണയും ജോസ് കെ മാണി തന്നെ ഒരു പരാജയം രുചിച്ച ഒരു ചരിത്രം കൂടിയുണ്ട്. അപ്പോൾ സത്യത്തിൽ മാണി കോൺഗ്രസിൻ്റെ ഒരു അപ്രമാദിത്വത്തിന് അവിടെ മങ്ങലേറ്റിട്ടുണ്ടോ? ഒപ്പം മാണി സി കാപ്പൻ്റെ നേരത്തെ പറഞ്ഞ പോലെ വികസന ഫണ്ട് പരാമർശം പുതിയ ചർച്ചയാണ് മണ്ഡലത്തിൽ എന്നാണ് മനസ്സിലാകുകയും ചെയ്യുന്നത്. ശബരി, തീർച്ചയായും കേരള കോൺഗ്രസിന് പാലാ മണ്ഡലത്തിൽ വലിയൊരു പതർച്ച ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം 13 തവണ കെ എം മാണിയെ വിജയിപ്പിച്ച ഒരു മണ്ഡലം. ആ മണ്ഡലത്തിലാണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലും അതിനുശേഷമുണ്ടായ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കെ എം മാണിയുടെ മകന് തന്നെ വലിയ പരാജയം ഉണ്ടായ ഇത് നമ്മൾ എടുത്ത് കാണേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മണ്ഡലത്തിൽ ആ ഒരു പതർച്ചയുണ്ട്. അത് വീണ്ടെടുക്കുക, പ്രസാദ് പറഞ്ഞതുപോലെ അത് ഏതൊരു കേരള കോൺഗ്രസ് എമ്മുകാരൻ്റെയും വലിയൊരു അല്ലെങ്കിൽ ആഗ്രഹമാണത്, ആ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഏറ്റവും അവസാനം പ്രസാദ് പറഞ്ഞത്. കാരണം വികസനം, കാരണം എന്തുകൊണ്ടാണ് പാലാ മണ്ഡലത്തിൽ വികസനം ഒരു പ്രധാന ചർച്ചയാകുന്നത് എന്നുള്ളത്? കാരണം അതിന് ചരിത്രപരമായി തന്നെ ഒരു പശ്ചാത്തലമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ കെ എം മാണി എന്ന് പറയുന്ന ഒരു അധികായനായ രാഷ്ട്രീയ നേതാവ് ഒരു പാലാ മോഡൽ വികസനം ആ മണ്ഡലത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കേരളത്തിലാകെ ചർച്ചയായതാണ്. കാരണം അദ്ദേഹം ധനമന്ത്രിയായിരിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ തന്നെ പാലയിലെ വികസനം ഒരു വലിയ വികസനമായി മറ്റു മണ്ഡലങ്ങൾ, മറ്റ് MLA-മാർക്ക് അടക്കം ചർച്ചയാകുന്ന തരത്തിലേക്ക് അവിടെ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞ ഒരാളാണ് കെ എം മാണി. അദ്ദേഹം ഇല്ലാത്ത വർഷങ്ങളിൽ എന്താണ് പാലയിൽ ഉണ്ടായത് എന്നുള്ള ചോദ്യമാണ് അവിടെ ഏറ്റവും പ്രധാനമായും ജോസ് കെ
മാണിയും ഈ കേരള കോൺഗ്രസ് എമ്മും ഉയർത്തിക്കാട്ടുന്നത് എന്താണ് KM മാണിക്ക് ശേഷം ആ മണ്ഡലത്തിൽ വികസനത്തിൽ എന്ത് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ള ചോദ്യം അവർ വളരെ അഗ്രസീവായി വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായ മണ്ഡലത്തിൽ ഇത്തവണ ഉയർത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് മാണി സി കാപ്പൻ അതിന് മറുപടി പറയേണ്ടി വന്നത്. ആ മറുപടിയാണ് ഇന്ന് പാലാ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച. അതിന് മാണി സി കാപ്പനും UDF പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം അവർക്ക് വേണ്ടത്ര ഫണ്ട് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ പേരാവൂരിൽ സണ്ണി ജോസഫിന്റെ കാര്യം പറഞ്ഞതുപോലെ മണ്ഡലത്തിൽ സർക്കാർ വലിയ ഫണ്ട് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഈ പറയുന്ന UDFന്റെ വാദം. മറുവശത്ത് ജോസ് കെ മാണി ഒരു വികസന രേഖ തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രചാരണം അല്ലെങ്കിൽ അത് നടത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമുക്കറിയാം ഈ വികസനത്തെ കാണുന്ന മണ്ഡലത്തിൽ എന്തുണ്ട്, ഞങ്ങൾക്ക് എന്തുണ്ട് എന്ന് വളരെ കണ്ണിങ്ങായി ചോദിക്കുന്ന, കൃത്യമായി ചോദിക്കുന്ന, അത് ഞങ്ങളുടെ അവകാശമാണ് എന്ന് ഉറച്ച ബോധ്യമുള്ള ഒരു വോട്ടർമാരാണ് പാലയിൽ ഉള്ളത്. അപ്പോൾ അവർക്ക് ഏറ്റവും അധികം ചർച്ചയാവുക ആ മണ്ഡലത്തിലേക്ക് വന്ന വികസനങ്ങൾ തന്നെയാകും. അവിടെയാകും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയവും എന്നുള്ളത്. മറ്റൊന്ന്, രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അവിടുത്തെ ഘടകം അത് ഷോൺ ജോർജിൻ്റെ സ്ഥാനാർത്ഥിത്വമാണ്. നമുക്കറിയാം KM മാണിക്കൊപ്പം ഉണ്ടായിരുന്ന പൂഞ്ഞാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയാൻ കഴിയുന്ന PC ജോർജിൻ്റെ അദ്ദേഹം ഒപ്പം ഉണ്ടായിരുന്നപ്പോൾ പോലും പാലം വലിക്കാനൊക്കെ അദ്ദേഹം ഉപയോഗിച്ചത് ഈ മണ്ഡല പുനർനിർണയത്തിന് ശേഷം പാലയിലേക്ക് എത്തിയ ഭാഗങ്ങളാണ്. അവിടെ PC ജോർജ് വളരെയധികം ശക്തനായ ചില ഇടങ്ങൾ അവിടെയുണ്ട്. ഷോൺ ജോർജ് തദ്ദേശ സ്ഥാപനത്തിലേക്ക് ജയിച്ച് എത്തുന്നത് പോലും ആ ഒരു സ്വാധീനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അവിടെ ഈ കഴിഞ്ഞ തവണ മാണി സി കാപ്പൻ്റെ വിജയത്തെ സ്വാധീനിച്ചത് പോലും ഈ പറയുന്ന ഞാൻ വിശ്വസിക്കുന്നതാണ് PC ജോർജ് ഒരു പിന്തുണ അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വോട്ടാണ് എന്നുള്ളതാണ്. അത് ഇത്തവണ സ്വാഭാവികമായും ഷോൺ ജോർജിന് പോകും എന്നുള്ളതിൽ നമുക്ക് തർക്കം പറയാൻ വേണ്ടി കഴിയില്ല. അത് മാണി സി കാപ്പനെ പരുങ്ങലിലാക്കുമോ എന്നുള്ളതാണ് പാലാ മണ്ഡലത്തിലെ വിജയത്തെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളത്. അവിടെ ഷോൺ ജോർജ് വലിയൊരു വോട്ട് പിടിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാണി സി കാപ്പൻ്റെ ഒരവസ്ഥ അല്പം പരുങ്ങലിലാകും. അതേസമയം അദ്ദേഹം വലിയ KM മാണിയുടെ മകനെ തോൽപ്പിച്ച ഒരു പ്രഭാവമുള്ള നേതാവാണ്. അത് UDFൻ്റെ അല്ലെങ്കിൽ സ്വതന്ത്ര നിന്നപ്പോൾ പോലും അതിന് അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ വികസനം ചർച്ചയാകുന്ന ഷോൺ ജോർജ് പിടിക്കുന്ന വോട്ട് ഏറ്റവും പ്രധാനമായി മാറുന്ന ഒരു മണ്ഡലമാണ് പാല. അവിടെ വികസനം തന്നെയാകും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചയായി നമുക്ക് ഉയർത്തിക്കാട്ടാൻ വേണ്ടി കഴിയുക. ശരി, VS അനുവാണ് വിശദമായി തന്നെ വിശകലനം ചെയ്തത്. ഇലക്ഷൻ ഹെറാൾഡിൽ ഇനി നമ്മൾ അടുത്ത പോകുന്ന മണ്ഡലം ആറന്മുളയിലേക്കാണ്. ആറന്മുളയിൽ ഹാട്രിക് വിജയം തേടിയാണ് LDF സ്ഥാനാർത്ഥി മന്ത്രി വീണ ജോർജിന്റെ മത്സരം. UDFനായി യുവത്വത്തിന്റെ കരുത്തുമായി അബിൻ വർക്കിയും പരിചയസമ്പത്ത് കൈമുതലായുള്ള കുമ്മനം രാജശേഖരൻ NDAയ്ക്കായും കളന്നിറഞ്ഞതോടെ മണ്ഡലം ത്രികോണ പോരാട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മന്ത്രിയായും MLA ആയും വീണ നടത്തിയ പ്രവർത്തനങ്ങൾ വോട്ടാകുമെന്നാണ് LDFന്റെ വിശ്വാസം. ആറന്മുള വിമാനത്താവളത്തിനെതിരായ സമരത്തിന് നേതൃത്വം കൊടുത്ത കുമ്മനത്തിന്റെ സ്ഥാനാർത്ഥിത്വം UDFന്റെയും LDFന്റെയും വോട്ടുകളെ എങ്ങനെ സ്വാധീനിക്കുമെന്നതും നമ്മൾ ഉറ്റുനോക്കുന്നുണ്ട്. യുവതലമുറയെ അടക്കം അബിൻ ആകർഷിക്കുമെന്നാണ് UDFന്റെ പ്രതീക്ഷ. ആദ്യം നമ്മൾ വീണ്ടും സ്ഥാനാർത്ഥികൾ ആരൊക്കെയൊന്ന് പരിശോധിച്ച് വരാം. LDFന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീണ ജോർജ് തന്നെ വീണ്ടും മൂന്നാമതും മത്സരിക്കാൻ ഇറങ്ങുന്നു. സംസ്ഥാനത്തെ ആദ്യ ആരോഗ്യ വനിതാ ശിശുവികസന മന്ത്രിയാണ്. CPIM സംസ്ഥാന സമിതി സ്ഥിരം ക്ഷണിതാവാണ് വീണ ജോർജ്. ആറന്മുളയിൽ മത്സരിക്കുന്നത് മൂന്നാം തവണയാണ്. 2016-ലും 2021-ലും ആറന്മുളയിൽ വിജയം നേടിയിട്ടുമുണ്ട്. ഇനിയിപ്പോൾ മൂന്നാമതും അംഗത്തിനിറങ്ങുമ്പോൾ ആർക്കൊപ്പം വിജയമെന്നാണല്ലോ ചോദ്യമായി ഉയരുന്നത്. ഇനി അബിൻ വർക്കിയാണ് UDFന്റെ സ്ഥാനാർത്ഥിയായി ഇവിടെ വന്നിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറിയാണ് അബിൻ വർക്കി. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യ മത്സരമാണ് അബിൻ വർക്കിയുടേത്. ആദ്യ കന്നി അംഗത്തിന് തന്നെ ആറന്മുളയിൽ വീണ ജോർജിനെതിരെ മത്സരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരിചയസമ്പത്ത് കൈമുതലായുള്ള NDAയുടെ കുമ്മനം രാജശേഖരനാണ് ഇവിടെ മത്സരത്തിനായി ഇറങ്ങുന്നത്. മിസോറാം മുൻ ഗവർണറാണ് അദ്ദേഹം. BJP മുൻ സംസ്ഥാന അധ്യക്ഷനാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4ാം മത്സരമാണ് കുമ്മനം രാജശേഖരൻ്റേത്. 2021-ൽ നേമത്തും 2016-ൽ വട്ടിയൂർക്കാവിലും അദ്ദേഹം പരാജയപ്പെട്ടിരുന്നു. 1987-ൽ തിരുവനന്തപുരം ഈസ്റ്റിൽ നിന്നും സ്വതന്ത്രനായും അദ്ദേഹം മത്സരിച്ചിട്ടുമുണ്ട്. ഇനി നമ്മൾ ചില കണക്കുകൾ പരിശോധിക്കുമ്പോൾ 2021 അസംബ്ലി തെരഞ്ഞെടുപ്പ് തന്നെ നമ്മൾ ആദ്യം പോകുന്നു. ആദ്യം അവിടെ വീണ ജോർജ് 74,950 വോട്ടുകളാണ് 2021-ൽ അവിടെ നിന്നും നേടിയിരുന്നത്. 46.21%.
കോൺഗ്രസിന്റെ കെ ശിവദാസൻ നായരായിരുന്നു അവിടെ മത്സരിച്ചിരുന്നത്. 55,947 വോട്ടുകളാണ് അദ്ദേഹം നേടിയിരുന്നത്. മറ്റൊന്ന് BJPക്കായി അവിടെ മത്സരിച്ചിരുന്നത് ബിജു മാത്യു ആയിരുന്നു. അദ്ദേഹത്തിന് അവിടെ 29,099 വോട്ടുകളാണ് നേടാൻ പറ്റിയത്. അപ്പോൾ ഭൂരിപക്ഷം എന്നുള്ളത് 19,003 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന്, വലിയ ഭൂരിപക്ഷത്തിന് തന്നെയാണ് വീണ ജോർജ് അവിടെ നിന്നും ജയിച്ചു കയറിയിരുന്നത്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിന് കീഴിലാണ് ഈ ആറന്മുള മണ്ഡലം ഉൾപ്പെടുന്നത്. അപ്പോൾ അന്ന് മത്സരിച്ചിരുന്നത് ആന്റോ ആന്റണി ആയിരുന്നു. 59,626 വോട്ടുകളാണ് ആറന്മുളയിൽ നിന്നും ആന്റോ ആന്റണി നേടിയത്. LDFിൻ്റെ സ്ഥാനാർത്ഥി തോമസ് ഐസക് ആയിരുന്നു. അദ്ദേഹം 44,939 വോട്ടുകളാണ് ആറന്മുളയിൽ നിന്നും നേടിയത്. അനിൽ ആന്റണി ആയിരുന്നു BJPക്കായി മത്സരിച്ചിരുന്നത്. 38,545 വോട്ടുകൾ നേടി. 14,687 വോട്ടുകളുടെ ലീഡ് ആന്റോ ആന്റണിക്ക് ഇവിടെ നിന്നും ലഭിക്കുകയുമുണ്ടായി. ഇനി നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകളിലേക്കാണ് പോകുന്നത്. പത്തനംതിട്ട മുനിസിപ്പാലിറ്റി UDFിനൊപ്പമാണ് നിൽക്കുന്നത്. കക്ഷിനില പരിശോധിക്കുകയാണെങ്കിൽ UDF 17, LDF 12, NDA 1, മറ്റുള്ളവർ 3 എന്നിങ്ങനെയാണ് കക്ഷിനില. 2020 പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ LDF ഭരണമായിരുന്നു എന്നുള്ളതും കൂടി ഇതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് വായിക്കാം. ഇനി തദ്ദേശ ചിത്രത്തിൽ ഗ്രാമപഞ്ചായത്തുകൾ ആർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളതിൽ UDFിനൊപ്പം 9, NDAക്കൊപ്പം 2, LDFിനൊപ്പം 1. ഇതാണ് ഈ നില. ഇനി UDFിൻ്റെ പക്കലുള്ള പഞ്ചായത്തുകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആറന്മുള, ചെന്നീർക്കര, ഇലന്തൂർ, കോഴഞ്ചേരി, മല്ലപ്പുഴശ്ശേരി, മെഴുവേലി, ഇരവിപ്പേരൂർ, കോയിപ്രം, തോട്ടപ്പുഴശ്ശേരി എന്നിങ്ങനെയാണ് ഉള്ള മണ്ഡലങ്ങൾ. NDA ഭരണമുള്ള പഞ്ചായത്തുകൾ കൂടിയുണ്ട്. നാരങ്ങാനം, ഓമല്ലൂർ തുടങ്ങിയവ NDA ഭരണമുള്ള പഞ്ചായത്തുകളാണ്. LDFിനൊപ്പം കുളനട. ഇതൊക്കെയാണ് ഒരു പ്രധാന മണ്ഡലം വിശകലനം ചെയ്യുമ്പോൾ ആദ്യമായി നമ്മുടെ ശ്രദ്ധയിലേക്കും മുന്നിലേക്കും വരുന്ന ഘടകങ്ങൾ. ഇനി ഞാൻ പ്രസാദ് ഉടുമ്പശ്ശേരിയിലേക്ക് പോവുകയാണ്. പ്രസാദ്, വീണ ജോർജ് ഒരു ഹാട്രിക് വിജയം തേടി ഇറങ്ങുന്ന മണ്ഡലമാണ് ആറന്മുള. പ്രാദേശിക എതിർപ്പൊക്കെ ആദ്യം ഉണ്ടായെങ്കിലും പരിചയപ്പെടുത്തലൊന്നും വേണ്ടാത്ത ആളാണ് അബിൻ വർക്കി. തകർന്ന ആരോഗ്യരംഗം, ഉത്തരവാദി ആരോഗ്യമന്ത്രി എന്ന നിലയ്ക്കൊക്കെ വീണ ജോർജിനെതിരെ ശക്തമായ ക്യാമ്പയിൻ തന്നെ പ്രതിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുന്നുണ്ട്. ചില ചികിത്സാ പിഴവ് ഉദാഹരണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഇതിൻ്റെയൊക്കെ ഒരു ആധാരം എന്നുള്ളത്. വീണയ്ക്കെതിരെ മണ്ഡലത്തിൽ അങ്ങനെയൊരു എതിർവികാരമുണ്ടോ? മണ്ഡലത്തിൽ വികസനം ഉറപ്പിക്കാൻ MLA എന്ന നിലയ്ക്ക് വീണ ജോർജിന് നിലവിലായിട്ടുണ്ടോ? എന്തൊക്കെയായിരിക്കും ആറന്മുളയിലെ ഇത്തവണത്തെ ആരെ വിജയിപ്പിക്കുന്നു എന്നുള്ളതിനെ സ്വാധീനിക്കാൻ പോകുന്ന മെയിൻ ഘടകങ്ങൾ? ശബരി, സംസ്ഥാന സർക്കാരിനെതിരെ എന്തെല്ലാം ഭരണവിരുദ്ധ കാര്യങ്ങൾ UDF പ്രചരിപ്പിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, അക്കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു മണ്ഡലമാണ് ആറന്മുള എന്നുള്ളതാണ്. അതിലൊന്ന് ശ്യാമലി സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടുത്തെ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ അവരുടെ മണ്ഡലം എന്ന നിലയ്ക്ക് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളും അവരുടെ വീഴ്ചകളും എല്ലാം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു മണ്ഡലമാണ്. രണ്ടാമത്, പിന്നീട് UDF പറയുന്ന ഒരു പ്രധാനപ്പെട്ട സർക്കാരിനെതിരെയുള്ള അവരുടെ പ്രചരണം എന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളിൽ ഒരാളായിട്ടുള്ള, അല്ലെങ്കിൽ ആരോപണ വിധേയനായിട്ടുള്ള പത്മകുമാറിന്റെ മണ്ഡലം കൂടിയാണ്. അദ്ദേഹം കൂടി അവിടെ നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. അദ്ദേഹത്തിനെതിരെ അദ്ദേഹം അറസ്റ്റിലായിട്ടും റിമാൻഡിൽ കഴിഞ്ഞിട്ടും പാർട്ടി ഏതെങ്കിലും തരത്തിൽ ഒരു അച്ചടക്ക നടപടി, അദ്ദേഹത്തെ ഇപ്പോൾ പൊതുപരിപാടികളിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹം 90 ദിവസവും സ്വാഭാവിക ജാമ്യം കിട്ടിയാണ് അദ്ദേഹം പുറത്തു വന്നിട്ടുള്ളത്. 90 ദിവസവും അവിടെ ജയിലിൽ കിടന്നിട്ട് പോലും ഒരു അച്ചടക്ക നടപടി അദ്ദേഹത്തിനെതിരെ എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതായത് പ്രതിപക്ഷം ആരോപിക്കുന്നത് ഈ CPMന്റെ കൂടി സംരക്ഷണത്തോടു കൂടിയാണ് അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത് എന്ന ഒരു ആരോപണമാണ്. അപ്പോൾ സർക്കാരിനെതിരെ വന്നിട്ടുള്ള ആരോഗ്യരംഗത്തെ പ്രശ്നം, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം, അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നതും ഏതെങ്കിലും തരത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എങ്കിൽ അത് പ്രതിഫലിക്കാൻ പോകുന്നതുമായ ഒരു മണ്ഡലം എന്നതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അത് അങ്ങനെയല്ല, അതിനെ മറികടന്നുകൊണ്ട് വീണ ജോർജിന് മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലൊട്ടാകെ തന്നെ LDFന് കൂടി, അതായത് വീണ ജോർജിന്റെ വിജയമല്ല ഞാൻ പറയുന്നത്, ഇത്തരം വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു മണ്ഡലത്തിൽ നിന്നും LDFന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും മറ്റു മണ്ഡലങ്ങളിലും അവർക്ക് അതിൻ്റെ നേട്ടമുണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇനി സ്ഥാനാർത്ഥികളിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ വീണ ജോർജ് തീർച്ചയായും ഈ പറയുന്ന ആറന്മുള എന്ന് പറയുന്ന മണ്ഡലം, അവിടെ ആ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം തന്നെ 4 തവണയാണ് വിജയിച്ചിട്ടുള്ളത്. തുടർച്ചയായി 2 തവണ വിജയിച്ചിട്ടുള്ളത് വീണ ജോർജ് മാത്രമാണ്. അപ്പോൾ അവർക്ക് ആ മണ്ഡലത്തിൽ എന്തെല്ലാം പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ മണ്ഡലത്തിൽ അവർ സജീവമായി നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. അവരുടെ ആളുകളുടെ ഇടയിലേക്ക് ഇടപഴകുന്നതാണെങ്കിലും അത്തരം കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ തുടർച്ചയായി 2 തവണ കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. പത്തനംതിട്ട മൊത്താകെ തന്നെ കഴിഞ്ഞ തവണ LDF വിജയം നേടിയിരുന്നു, UDFന് സ്വാധീനമുള്ളൊരു മണ്ഡലത്തിൽ. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിലും UDF തന്നെയാണ് അവിടെ മുന്നിട്ടിൽ നിൽക്കുന്നത്, വലിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ UDFന് വലിയ ആത്മവിശ്വാസം
നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അബിൻ വർക്കി സ്ഥാനാർത്ഥിയായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ ചില വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നതിനെതിരെ പ്രാദേശികമായിട്ടുള്ള എതിർപ്പ്, അവിടെയുള്ള ആളുകളെ അവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള ആവശ്യം. പക്ഷേ കോൺഗ്രസിന്റെ ഒരു പൊതു സ്വഭാവം നമുക്കറിയാം. സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞ് അല്ലെങ്കിൽ കുറച്ച് ദിവസം കൂടി മുന്നോട്ട് പോകുമ്പോൾ പൂർണ്ണമായും അതൊരു പൊളിറ്റിക്കൽ ക്യാമ്പയിനായി മാറിക്കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് വരുമെന്നുള്ള കാര്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അബിൻ വർക്കിയും അതുപോലെ തന്നെ വീണ ജോർജും ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ആളുകളായതുകൊണ്ട് തന്നെ ആ വോട്ടിൽ ഒരു സ്പ്ലിറ്റ് കാണാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അത് ദോഷം ചെയ്യുക സ്വാഭാവികമായിട്ടും വീണ ജോർജിനായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. മറ്റൊന്ന്, കുമ്മനം രാജശേഖരൻ, അദ്ദേഹം BJPയെ സംബന്ധിച്ചിടത്തോളം അവർ പ്രധാനപ്പെട്ട നേതാവാണ്. നല്ല ശക്തമായ മത്സരം നടത്താൻ കഴിയും. അതോടൊപ്പം തന്നെ ആറന്മുള സമരവുമായി ബന്ധപ്പെട്ടൊക്കെ അതിൻ്റെ മുന്നിൽ നിന്ന് നയിച്ച ഒരാൾ കൂടിയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ആ മണ്ഡലവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഒരു സ്വാധീനം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നല്ല ശക്തമായ ഒരു മത്സരം നടത്താൻ കഴിയും, നല്ല നടക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഈ പറയുന്ന സർക്കാരിനെതിരെ എന്തെല്ലാം കാര്യങ്ങൾ പ്രതിപക്ഷം ആരോപണമായി ഉന്നയിക്കുന്നുണ്ടോ ആ മുഴുവൻ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു മണ്ഡലമായി തന്നെയാണ് അതിനെ കാണുന്നതിന്. അതിനെ മറികടക്കാൻ വീണ ജോർജിന് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു LDF സർക്കാരിൻ്റെ മൂന്നാം തുടർച്ച ഉണ്ടാകാനുള്ള സാധ്യത കൂടി ഈ ഒരു മണ്ഡലത്തിലെ ജയപരാജയത്തെ വെച്ച് നോക്കാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരി, പ്രസാദ് പറഞ്ഞെടുത്ത് നിന്ന് തന്നെയാണ് ഞാൻ VS അനുവിലേക്ക് പോകുന്നത്. കാരണം ഭരണ തുടർച്ച ഇതിൻ്റെ ഒരു ആനുകൂല്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ 2 തവണയും വീണ ജോർജ് അവിടെ മത്സരിക്കുമ്പോൾ. ഒപ്പം തീർച്ചയായും സഭയുടെ പിന്തുണയൊക്കെ അവിടെ ഉണ്ടായിരുന്നു വീണ ജോർജിന് എന്നതും വസ്തുത തന്നെയാണ്. അബിൻ വർക്കി ഈ ചിത്രത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അബിന് അതിൽ ഒരു കാര്യത്തിൽ അതിൽ ഓർത്തഡോക്സ് സഭയിൽ തന്നെ ഉൾപ്പെടുന്ന ഒരാൾ കൂടിയാണ് അബിൻ വർക്കി. അപ്പോൾ ആ വോട്ട് സ്പ്ലിറ്റ് ഉണ്ടാകുന്നത് ചിലപ്പോൾ അബിനായിരിക്കുമോ അങ്ങനെ ഒരു നേട്ടം ഉണ്ടാവുക. ഒപ്പം വീണയ്ക്ക് ഞാൻ നേരത്തെ പറയുന്ന ഭരണ തുടർച്ച ഇപ്പോഴും ഭരണത്തിലിരിക്കുന്നു, മന്ത്രി എന്നുള്ള സാഹചര്യം, ഒപ്പം സഭയുടെ ഒരു ആനുകൂല്യവും, ഈ 3 ഘടകങ്ങളും ഇപ്പോഴും പോസിറ്റീവായി തന്നെ വീണയ്ക്ക് ഈ മണ്ഡലത്തിൽ ഉണ്ടോ, വീണ ജോർജിനുണ്ടോ? ഒപ്പം അബിൻ തീർച്ചയായും ഒരു ഫൈറ്റ് നൽകും ഈ മണ്ഡലത്തിൽ നൽകുമെന്നതിൽ തർക്കമൊന്നുമില്ല. കാരണം അദ്ദേഹം അങ്ങനെയുള്ള ഒരു കരുതിക്കൂട്ടി തന്നെ ആ മണ്ഡലത്തിൽ നേരത്തെ തന്നെ സജീവമാവുകയും പ്രവർത്തനം ആരംഭിക്കുകയും ഞാനാണ് ഇവിടെ സ്ഥാനാർത്ഥി എന്നടക്കം പലയിടങ്ങളിലും പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പേ തന്നെ. അപ്പോൾ ഒരു നല്ല ഫൈറ്റ് ഉണ്ടാകുമെന്നതിൽ തർക്കമൊന്നുമില്ല. അനുവിന് എന്ത് തോന്നുന്നു? ഷാവലി പറഞ്ഞതുപോലെ തന്നെ ഈ ആറന്മുളയിൽ വീണ ജോർജിൻ്റെ വിജയസാധ്യത ഉണ്ടോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച. അതിന് പല വിധ ഘടകങ്ങളും പശ്ചാത്തലവുമുണ്ട്. ഇവിടെ ഈ പറയുന്ന പോലെ നേരത്തെ ഈ ആറന്മുള മണ്ഡലം ഒരു ക്രിസ്ത്യൻ മെജോറിറ്റി മണ്ഡലമാണ്. ഓർത്തഡോക്സ് വോട്ട്, യാക്കോബോയ വോട്ട്, ഈ തിരുവല്ലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളിൽ മാർത്തോമ വോട്ട്, അങ്ങനെ ഒരു ക്രൈസ്തവ വോട്ടുള്ള ഇടത്ത് യാക്കോബോയ വിഭാഗത്തിൽ തന്നെ അല്ലെങ്കിൽ ഓർത്തഡോക്സ് വിഭാഗത്തിൽ തന്നെയുള്ള അബിൻ വർക്കി കൂടെ വന്നതോടുകൂടി മണ്ഡലത്തിൻ്റെ മത്സര ചിത്രം അങ്ങ് മാറുകയാണ്. കാരണം ഈ അബിൻ വർക്കിക്ക് വേണ്ടി സഭയിലെ ചില മെത്രാന്മാർ വാദിച്ചിട്ടുണ്ട് എന്നടക്കമുള്ള ചില അരമന രഹസ്യങ്ങളൊക്കെ ഇപ്പോൾ മണ്ഡലം ചർച്ചയാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ആ വോട്ട് സ്പ്ലിറ്റായി കഴിഞ്ഞാൽ സ്വാഭാവികമായും പ്രസാദ് പറഞ്ഞതുപോലെ അത് ഒരു പ്രതിസന്ധി ഉണ്ടാക്കുക വീണ ജോർജിനാണ്. അതേസമയം മറ്റൊരു ഘടകമുണ്ട്. അത് മണ്ഡലത്തിലെ കുമ്മനം രാജശേഖരൻ്റെ സ്ഥാനാർത്ഥിത്വമാണ്. കുമ്മനം രാജശേഖരൻ ആ മണ്ഡലത്തിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ആറന്മുള ഒരു പൈതൃക മണ്ഡലമാണ്. അവിടെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വലിയ പ്രവർത്തനങ്ങൾ, അവിടെ കോൺഗ്രസിലടക്കം നിൽക്കുന്ന ആളുകൾക്കും ഈ ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ കൂടുതലുള്ള ഒരു മണ്ഡലം കൂടിയാണ്. അവർക്ക് അങ്ങനെ ഒരു സ്വഭാവം കൂടെ ഉണ്ട്. ഈ അവർ കോൺഗ്രസ്സുകാരാണെങ്കിൽ കൂടി അങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് ഈ ശബരിമല എന്ന് പറയുന്ന ഈ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നടക്കുന്നത്. പത്മകുമാർ ആ മണ്ഡലത്തിൽ ഉൾപ്പെട്ട വ്യക്തിയാണ്. പത്മകുമാറിനെ ഇപ്പോൾ കഴിഞ്ഞ 2 തവണ വീണ ജോർജ് ജയിക്കുമ്പോഴും അവിടെ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയിൽ നിന്ന് ഇപ്പോൾ അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ടെന്ന് മാറ്റണമെന്ന് വീണ ജോർജിന് ആവശ്യപ്പെട്ടു വന്ന വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. ഏതായാലും അദ്ദേഹം മാറി നിൽക്കുന്നു എങ്കിൽ കൂടി അത് ഈ മണ്ഡലത്തിൽ പ്രധാനപ്പെട്ട ചർച്ചയാകും. ഈ മണ്ഡലത്തിൽ കുമ്മനമല്ലായിരുന്നു, പകരം BDJ സ്ഥാനാർത്ഥിക്ക് നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചകൾ നടന്നിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ സ്വാഭാവികമായും അത് ആർക്കാണ്? അത് വീണ ജോർജിനെ സംബന്ധിച്ച് വലിയ പ്രശ്നമുണ്ടാകും. കാരണം ഈ കുമ്മനം രാജശേഖരന് കിട്ടാവുന്ന വോട്ട് അല്ലെങ്കിൽ BJP അനുഭവമുള്ള വോട്ട് വീണ ജയിക്കരുത് എന്ന് കരുതി സ്വാഭാവികമായിട്ടും അബിൻ വർക്കിക്ക് പോകുമായിരുന്നു. പക്ഷെ അത് പോകാതെ കുമ്മനം വരുന്നതോടുകൂടി ഒരു 22,000-ത്തിനപ്പുറം ഷുവറായിട്ടുള്ള BJP വോട്ടും അതിനപ്പുറത്തേക്ക് കുമ്മനം എന്ന് പറയുന്ന വ്യക്തി സ്വാംശീകരിക്കുന്ന വോട്ടുകളും കൂടെ വരുമ്പോൾ അത് അങ്ങനെ, അതായത് നേരത്തെ ഈ ഓർത്തഡോക്സ് വോട്ടിലുണ്ടാകുന്ന ഒരു പിളർപ്പ് അത് കുമ്മനം വരുന്നതോടുകൂടി ഈ മറ്റൊരു തരത്തിൽ വീണയ്ക്ക് അനുകൂലമായി മാറും എന്നുള്ളതാണ്. അതേസമയം മണ്ഡലത്തിലെ ചില വികസനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, വീണയ്ക്കെതിരെ പാർട്ടിയിൽ ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. വീണ ഫോൺ എടുക്കാത്തതും അങ്ങനെ നേതാക്കളുമായിട്ട് ചില പ്രശ്നങ്ങൾ നേരത്തെയൊക്കെ പറഞ്ഞു
കേട്ടതാണ്. ഇപ്പോൾ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കപ്പെടും. അതേസമയം ശബരിമല പ്രധാന ചർച്ചാ വിഷയമാകുന്ന ഒരു മണ്ഡലം കൂടെയാണ് ആറന്മുള. ആറന്മുളയിലും നേരത്തെ പ്രസാദ് പറഞ്ഞതുപോലെ തന്നെ ആറന്മുളയിൽ വീണ ജോർജിന്റെ ജയം, അത് അങ്ങനെ ജയം ഉണ്ടായാൽ അത് കേരളത്തിലെ ഇടതുമുന്നണിക്ക് തന്നെ വലിയ ഭരണ തുടർച്ച ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു വിജയമായി വിലയിരുത്തപ്പെടും. ശരി, ഇനി നമ്മൾ നേരെ പോകുന്നു വട്ടിയൂർക്കാവിലേക്കാണ്. മൂന്നാം ജയം ലക്ഷ്യമിട്ട് വി കെ പ്രശാന്ത്, മണ്ഡലം തിരിച്ചുപിടിക്കാൻ കെ മുരളീധരൻ, മാറ്റത്തിനായി ആർ ശ്രീലേഖ. വട്ടിയൂർക്കാവിലെ മത്സരം ഇങ്ങനെ ത്രികോണം വരച്ചിടുമ്പോൾ പ്രവചനങ്ങൾക്ക് പ്രസക്തിയേ ഇല്ല. നിലവിലത്തെ ഘട്ടത്തിൽ ഫലപ്രഖ്യാപന ദിവസം വരെ നീളുന്ന സസ്പെൻസിനൊടുവിൽ ആര് എന്ന ചോദ്യം മാത്രമാണ് ബാക്കി. ആദ്യം നമുക്ക് സ്ഥാനാർത്ഥികളെ പരിശോധിച്ചു കഴിഞ്ഞാൽ വി കെ പ്രശാന്ത് LDF-നായി മത്സരിക്കുന്നു. അദ്ദേഹം വട്ടിയൂർക്കാവിലെ നിലവിലത്തെ സിറ്റിംഗ് MLA ആണ്. ആദ്യ ജയം 2019 ഉപതെരഞ്ഞെടുപ്പിലായിരുന്നു. മണ്ഡലത്തിലേത് അദ്ദേഹത്തിൻ്റെ മൂന്നാം മത്സരമാണ്. ഉപതെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞ് പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ വീണ്ടും. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ മുൻ മേയർ കൂടിയാണ് അദ്ദേഹം. ഇനി UDF സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് ശക്തനായ കരുത്തനായ കെ മുരളീധരനാണ്. KPCC മുൻ പ്രസിഡന്റ്, മുൻ മന്ത്രി, 4 തവണ പാർലമെന്റ് അംഗമായി. 2011-ലും 2016-ലും വട്ടിയൂർക്കാവ് MLA കൂടിയായിരുന്നു അദ്ദേഹം. മണ്ഡലത്തിൽ മത്സരിക്കുന്നത് അദ്ദേഹവും മൂന്നാം തവണയാണ്. NDAയ്ക്കായി വരുന്നു ആർ ശ്രീലേഖ, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റുമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറാണ്. കേരള പോലീസിൽ DGP പദവിയിലെത്തിയ ആദ്യ വനിത കൂടിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ മത്സരവുമാണ്. ഇനി നമ്മൾ കണക്കുകളിലേക്ക് പോവുകയാണ്. 2021-ലും വി കെ പ്രശാന്ത് വീണ്ടും MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട കണക്ക്. 2021-ൽ അദ്ദേഹം അവിടെ നിന്ന് 61,111 വോട്ടുകളാണ് അവിടെ നിന്ന് നേടിയത്. VV രാജേഷ് ആയിരുന്നു BJPക്കായി അവിടെ മത്സരിച്ചിരുന്നത്. 39,596 വോട്ടുകളാണ് അവിടെ നേടിയത്. കോൺഗ്രസിനായി വീണ S നായരായിരുന്നു മത്സരിച്ചിരുന്നത്. അവർ അവിടെ 35,455 വോട്ടുകളാണ് നേടിയിരുന്നത്. 21,515 എന്നുള്ള ഒരു കംഫർട്ടബിൾ ഭൂരിപക്ഷത്തിൽ വി കെ പ്രശാന്ത് അവിടെ നിന്നും ജയിച്ചു കയറുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് അസംബ്ലിയിൽ ഓരോ മുന്നണിക്കും ലഭിച്ച വോട്ടുകളാണ് നമ്മൾ നോക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നു മത്സരിച്ചിരുന്നത്. 53,025 വോട്ടുകളാണ് അദ്ദേഹം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ നിന്നും നേടിയത്. ശശി തരൂരായിരുന്നു മത്സരിച്ചിരുന്നത് UDF-നായി. 44,863 വോട്ടുകൾ അവിടെ നിന്ന് നേടി. പന്ന്യൻ രവീന്ദ്രനായിരുന്നു മത്സരിച്ചിരുന്നത് LDF-നായി. 28,336 വോട്ടുകളിലാണ് അദ്ദേഹത്തിന് അവിടെ നിന്നും നേടാൻ കഴിഞ്ഞത്. 8,162 വോട്ടുകൾ ശശി തരൂരിനേക്കാൾ കൂടുതൽ അവിടെ നിന്നും രാജീവ് ചന്ദ്രശേഖറിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രകടനം നോക്കിയാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ 25 വാർഡുകളാണ് മണ്ഡലത്തിലുള്ളത്. ഇതിൽ NDAയ്ക്കൊപ്പം 12 വാർഡുകളും UDF-നൊപ്പം 9 LDF 4 വിജയിച്ചു കയറി എന്നുള്ളതാണ്. ഇനി നമ്മൾ നേരെ മണ്ഡല വിശകലനത്തിലേക്ക് പോകുമ്പോൾ ആദ്യം ഞാൻ VS അനുവിലേക്കാണ് പോകുന്നത്. അനുവിന് അത് കൈവെള്ളയിൽ അറിയാവുന്ന മണ്ഡലം തന്നെയാണ്. എന്തായാലും തിരുവനന്തപുരത്തിൻ്റെ നഗരഹൃദയമായ മണ്ഡലമാണ്. തദ്ദേശ ലോക്സഭ വോട്ടിംഗ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ 3 മുന്നണികൾക്കും പ്രതീക്ഷ നൽകുന്ന മണ്ഡലം കൂടിയാണ്. മണ്ഡലത്തിൽ ആദ്യം വെന്നിക്കൊടി പാറിച്ച കെ മുരളീധരനും വികസനം ഉറപ്പിച്ച് പ്രശാന്തും, ഒപ്പം മണ്ഡലത്തെ BJPയുടെ A ക്ലാസ്സിലേക്ക് ഉയർത്തിയ കുമ്മനം രാജശേഖരനും നേർക്കുനേർ എത്തുമ്പോൾ എന്താകും മത്സരചിത്രം എന്നാണ് അനുവിന് തോന്നുന്നത്? ചാവലി, തിരുവനന്തപുരത്ത് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. സ്ഥാനാർത്ഥികളുടെ പ്രത്യേകത കൊണ്ട് തന്നെ വലിയ ശ്രദ്ധയാകർഷിക്കുന്ന മണ്ഡലം. ഇപ്പോൾ സിറ്റിംഗ് MLA ആയിട്ടുള്ള വി കെ പ്രശാന്ത് 2019-ലാണ് അദ്ദേഹം അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത്. തുടർന്ന തെരഞ്ഞെടുപ്പിലും അദ്ദേഹം ജയിക്കുക എന്ന് പറഞ്ഞാൽ വട്ടിയൂർക്കാവ് ഒരു നായർ വിഭാഗ വോട്ടുകൾ കൂടുതലുള്ള ഒരു മണ്ഡലത്തിൽ, അതിന് പുറത്തു നിന്നുള്ള ഒരു സമുദായത്തിൽ നിന്നും സാമുദായിക സമവാക്യം പോലും അട്ടിമറിച്ചുകൊണ്ട് ഒരു മേയർ ബ്രോയായി വന്ന് ആ മണ്ഡലം പിടിച്ചെടുക്കുകയും അവിടെ വളരെ കൃത്യമായ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി കഴിഞ്ഞു. അത് ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കാൻ കഴിയുന്ന ഒരു MLA ആണ് വി കെ പ്രശാന്ത്. അതുകൊണ്ട് തന്നെ വി കെ പ്രശാന്തിന് അവിടെ തീർച്ചയായും വലിയ സാധ്യത ഇപ്പോഴും ആ മണ്ഡലത്തിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റൊരാൾ അതേപോലെ മണ്ഡലത്തിലെ സ്വീകാര്യനായ ഒരു വ്യക്തിയാണ് കെ മുരളീധരൻ. നേരത്തെ മണ്ഡല പുനർനിർണയത്തിന് ശേഷം ഉള്ള തെരഞ്ഞെടുപ്പുകളിൽ അവിടെ നിന്ന് അദ്ദേഹം ജയിക്കുന്നു. അദ്ദേഹം MP ആയി പോകുമ്പോഴാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. മാത്രമല്ല ഈ മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിക്കാനെത്തുമ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തിന് ആ തരത്തിൽ എല്ലാവരുമായിട്ട് വളരെ പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ലാത്ത ആളാണ് കെ മുരളീധരൻ. അതുകൊണ്ട് അദ്ദേഹത്തിന് സാധ്യതയും ഒരു തരത്തിലും തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല. മൂന്നാമത്തെയാൾ ആർ ശ്രീലേഖയാണ്.
BJPയുടെ സ്ഥാനാർത്ഥിയായി അവർ വരുന്നു. കേരളത്തിലെ തന്നെ ആദ്യത്തെ IPS ഉദ്യോഗസ്ഥ, കേരളത്തിൽ തന്നെ ആദ്യമായി സംസ്ഥാന DGP പദവിയിലേക്ക് എത്തുന്ന വ്യക്തി. അങ്ങനെ ഒരു ആള് അവിടേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും BJP വോട്ടുകൾ, കാരണം തിരുവനന്തപുരത്ത് BJP വോട്ടുകൾ കൂടുന്ന, തുടർച്ചയായി വലിയ തരത്തിൽ വോട്ടുകൾ കൂടുന്ന ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ് എന്നുള്ളത്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ എടുത്തു പറയേണ്ട രണ്ട് കാര്യങ്ങൾ. അത് ഒന്നാമതായി കഴിഞ്ഞ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടിൽ നിന്നും ഏകദേശം ഇത്തവണത്തെ SIR കണക്ക് പ്രകാരം 45,480 വോട്ടുകൾ ഈ മണ്ഡലത്തിൽ കുറവ് വന്നു. ഒന്ന് നോക്കൂ, കഴിഞ്ഞ തവണ ഈ പറയുന്ന പ്രശാന്തിനുണ്ടായിരുന്ന ഭൂരിപക്ഷത്തിൻ്റെ ഇരട്ടിയിലധികം വോട്ടുകളാണ് വെട്ടിമാറ്റപ്പെട്ടത്. ഇത് ആരുടെ വോട്ടാണ് പോയത് എന്നുള്ളത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. മറ്റൊന്ന്, നിലവിൽ തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളമാസകലം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഡീൽ ആരോപണം ഉന്നയിക്കപ്പെടുന്ന മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. അത് നിയമം വട്ടിയൂർക്കാവ് ഡീൽ എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ചർച്ചയായി വന്നു. എന്താണ് ആ ഡീലിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് ചോദിച്ചാൽ, നേമത്ത് BJPയുടെ ഏക അക്കൗണ്ട് പൂട്ടിച്ച K മുരളീധരൻ എവിടെ നിന്നാലും തോൽപ്പിക്കും എന്നുള്ളത് കേരളത്തിലെ സംഘപരിവാർ കഴിഞ്ഞ കുറേ നാളുകളായി പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷേ K മുരളീധരൻ ഈ മണ്ഡലത്തിലേക്ക് വരില്ല എന്നുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് തിരുവനന്തപുരം സെൻട്രലിൽ മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞെങ്കിൽ പിന്നീട് അദ്ദേഹം ഇവിടേക്ക് വന്നു. അദ്ദേഹം ഇവിടേക്ക് വന്നതിന് പിന്നിൽ BJPയുമായി നടത്തിയ ഒരു ഡീലിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് ഇടതുമുന്നണിയുടെ LDFിൻ്റെ CPIഎമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അങ്ങനെ ഒരു ഡീലിൻ്റെ പുറത്താണോ K മുരളീധരൻ വന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി ഈ മണ്ഡലത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന വിഷയമായി ചർച്ച ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്നിപ്പോൾ നേമത്തെ ഡീലാണ് അല്ലെങ്കിൽ പാലക്കാട് ഡീലാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ ഡീലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ഈ മത്സരം അവിടെ നിൽക്കും എന്നുള്ള കാര്യവും എടുത്തു പറയേണ്ടതാണ്. മാത്രമല്ല നമുക്കറിയാം, ഈ VK പ്രശാന്ത് ഈ രണ്ട് സ്ഥാനാർത്ഥികളുടെ പ്രത്യേകതകൾ, അത് ഒന്ന് K മുരളീധരൻ്റെയും VK പ്രശാന്തിൻ്റെയും രണ്ടുപേരും അവൈലബിളായ MLAമാരായിരുന്നു. VK പ്രശാന്ത് എന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് നമുക്ക് സമീപിക്കാൻ കഴിയുന്ന ഒരു MLA ആണ് VK പ്രശാന്ത്. സമാനമായിരുന്നു 2011-ലും 2016-ലും ഉണ്ടായിരുന്ന K മുരളീധരൻ. അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഏതൊരാൾക്കും അവൈലബിൾ ആകുന്ന ഒരു നേതാവാണ് K മുരളീധരൻ. ഇവിടെ അങ്ങനെ ഒരു വോട്ട് K മുരളി അല്ലെങ്കിൽ R ശ്രീലേഖയുടെ വോട്ട് അവിടേക്ക് മറിക്കുമോ ഇല്ലയോ എന്നുള്ള ചർച്ച ആ മണ്ഡലത്തിൽ അങ്ങേയറ്റം ചർച്ചയാകുന്ന ഒരു വിഷയമാണ്. R ശ്രീലേഖയുടെ വോട്ടായിരിക്കും ഈ മണ്ഡലത്തിലെ വിജയിയുടെ, അല്ലെങ്കിൽ R ശ്രീലേഖ തന്നെ ജയിക്കുമോ അല്ലെങ്കിൽ R ശ്രീലേഖ ആരുടെ പരാജയമാണ് R ശ്രീലേഖ തീരുമാനിക്കുന്നത് എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ശരി, ഞാൻ സമയക്കുറവുകൊണ്ട് ഇനിയിപ്പോൾ പ്രശാന്ത് ഉടുമ്പശ്ശേരിയിലേക്ക് പോകുന്നില്ല. കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ VS അനു വിശകലനം ചെയ്തിട്ടുമുണ്ട്. പ്രതീക്ഷകളൊക്കെയും അവിടുത്തെ മണ്ഡലത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം, എന്തൊക്കെയായിരിക്കും ചർച്ച ചെയ്യാം എന്നുള്ള കാര്യങ്ങളും വിശദമായി തന്നെ VS അനു പറഞ്ഞു. ഇനി നമ്മൾ ഇലക്ഷൻ ഹെറാൾഡിൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കേണ്ട സമയമാണ്. ഇനി കനത്ത പോരാട്ടം നടക്കുന്ന മറ്റ് 10 മണ്ഡലങ്ങളുമായി അടുത്ത 2 ശനി ഞായർ ദിവസങ്ങളിലായി നമുക്ക് കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ശുഭരാത്രി.